हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ, നമസ്തേ, ഓം ശ്രീ മാത്രേ. ദിവ്യ ക്ലാസ് തുടങ്ങി കേട്ടോ, ലിങ്ക് ഇട്ടില്ലല്ലോ. ഇതിപ്പോ തുടങ്ങിയല്ലോ. ആ നോക്കുന്നു, ശരി. ആ മാതാജി, എനിക്ക് ഇന്നലെ രാത്രി 7:30 ട്രെയിന് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക്. പക്ഷേ 7:30 ട്രെയിൻ വന്നത് രാത്രി 12:30. ഞാൻ ചെന്നൈയിലെത്തിയപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിയായി. വന്ന വശം വീടൊക്കെ വൃത്തിയാക്കി കുളിച്ച് ഭക്ഷണം ഉണ്ടാക്കി, ചോറ്, പരിപ്പ് കറി, വെണ്ടയ്ക്കാത്തോരൻ, പപ്പടം അതൊക്കെ ഉണ്ടാക്കി, തുണിയൊക്കെ വാഷ് ചെയ്ത് ആ പരിപാടികളൊക്കെ തീർത്തിട്ടാണ് ഇവിടെ ക്ലാസ്സിനിരിക്കുന്നത്. അപ്പം എനിക്ക് കുറേ കോൾസ് എടുക്കാൻ പറ്റിയില്ല മാതാജി, സോറി. ഞാൻ എല്ലാ മിസ് കോൾസിലേക്ക് തിരിച്ച് വിളിക്കാം. ഓക്കെ, ഇന്നിപ്പോൾ രാത്രി ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ലേറ്റ് ആവില്ല. ഇപ്പോൾ നാളെ വിളിക്കാം കേട്ടോ, നാളെ രാവിലെ വിളിക്കാം. ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടില്ല പ്രഭു. എനിക്ക് മൂകാംബികയിൽ നിന്ന് വന്നിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്ത്രീകളുടേതായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ മേ ബി നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ഒന്ന് ഗുരുവായൂരിൽ ഒരു ദിവസത്തേക്ക് ഭഗവാനെ ഒന്ന് നിർമാല്യം മുതൽ 3 പൂജയും കണ്ടു തൊഴുത് ഒരു ദിവസം ഭഗവാന്റെ അടുത്ത് ഭജന ഇരിക്കും. ഭജന ഇരുന്നിട്ട് തിരിച്ചു വരും. നമുക്ക് മെയിൻ ഭഗവാനാണല്ലോ, ഭഗവാനിൽ നിന്നാണല്ലോ സമസ്തവും. ഭഗവാനെ വിട്ടൊരു കളിയില്ലല്ലോ. ഓം ശ്രീ മാത്രേ നമഃ. പലർക്കും ഒരു ധാരണയുണ്ട് വൈഷ്ണവം മാറി ശാക്തേയമായോ എന്നൊക്കെ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഗീതയിൽ പഠിച്ചത് സമസ്തവും ഭഗവാനിലാണ് എന്നാണ്, അല്ലേ? ഭഗവാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് സ്ത്രീകളെയാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ പാത പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ നോക്കിക്കാണുന്നത് സാക്ഷാൽ ശ്രീമതി രാധാറാണിയാണ്. ആ രാധാറാണി തന്നെയാണ് സമസ്ത ദേവിമാരും. അതുകൊണ്ട് നമ്മൾ അമ്മയെ ഭജിക്കുക, അമ്മയെ പ്രാർത്ഥിക്കുക. അമ്മയിൽ നിന്നാണ് സർവവും, അമ്മയിലാണ് ഭഗവാനും, ഭഗവാനിലാണ് അമ്മയും. ഓക്കെ, അപ്പം അതൊക്കെ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മളൊരു മറ്റ് വിശ്വാസികളെ പോലെ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ആരാധന, അതൊന്നും പാടില്ല. പിന്നെ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഒരു വല്ലാത്ത വിഷമമുണ്ട്. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ. അപ്പം പല പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ബംഗ്ലാദേശിൽ നടക്കുന്ന പല വൈകാരികമായിരിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോഴും, നമ്മുടെ ഹിന്ദു സമുദായത്തോടുള്ള അടിച്ചമർത്തലുകൾ കാണുമ്പോഴും നല്ല സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനാവട്ടെ, സമാധാനം വരട്ടെ. ഇതുപോലെയുള്ള ചിന്താഗതികളുള്ള മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹിന്ദുക്കളെ അവർ പാടെ മറന്നേക്കണം. അവരൊരിക്കലും നമ്മളെയോ നമ്മുടെ മതവിഭാഗത്തെയോ ബുദ്ധിമുട്ടിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. അതിൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. പലപ്പോഴും ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ അപ്സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിലുപരി മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരത, അതാവുമ്പോൾ അതും അതിനേക്കാൾ സങ്കടം തോന്നുന്നു. എന്താ പറയുക, ഒത്തിരി വിഷമം തോന്നുന്നുണ്ട് കാണുമ്പോൾ. എത്രയും പെട്ടെന്ന് എല്ലാവരും ഒരു മാലയെങ്കിലും ദിവസേന ജപിക്കുക. നമ്മുടെ രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം. ഇങ്ങനെയുള്ള വിവേചനങ്ങൾ ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ ഒരു വിഷമം അത് കാണുമ്പോൾ ഉണ്ട്. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയെ പറ്റൂ. നമുക്ക് ഒരിക്കലും വയലൻസ് വേണ്ട, സൈലൻസ് മതി. നോക്കാം മെസ്സേജ് നോക്കാം. അപ്പം അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ, 1 മിനിറ്റ്.
അപ്പം എല്ലാവരും ഒരു മാലയെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജപിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇസ്കോൺ സ്വാമിമാർക്കെതിരെ ഭയങ്കരമായ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് അതിലേറെ സങ്കടം ഉണ്ടാക്കുന്നു. ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്കോണിലൂടെ ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് പോലും ഭഗവാനെ കുറിച്ച് അറിയാൻ ഒരു അവസരം കിട്ടിയത് ഇസ്കോണിലൂടെയാണ്. അതൊരിക്കലും ഇല്ല എന്ന് പറയില്ല, അല്ലെ? നമ്മളൊക്കെ ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അറിഞ്ഞെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ഗുരുവായൂർ നമുക്ക് ഭഗവാൻ ഉണ്ടെങ്കിൽ കൂടിയും എന്താണ് യഥാർത്ഥത്തിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഒരു പ്രധാന കാരണം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കിയത് പോലും നമുക്ക് ശ്രീല പ്രഭുപാജി ഉണ്ടായതുകൊണ്ടാണ്, അല്ലെ? ശ്രീല പ്രഭുപാജി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇസ്കോണിലെ ഒരു വൈഷ്ണവ സന്യാസിക്കെതിരെ വരെ നടന്ന ആ ഒരു ക്രൂരത, അത് നമുക്ക് വളരെയധികം വിഷമം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ദിവസേന ഒരു മാലയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു മാലയെങ്കിലും ജപിച്ചിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ലോകത്ത് നമുക്ക് സമാധാനം വേണം, നമ്മുടെ രാജ്യത്ത് സമാധാനം വേണം. ആർക്കും വിഷമം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതെൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, എല്ലാവരും ജപിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മഹാഭാരതമാണ്. മഹാഭാരതത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൃത്യു എന്നാൽ എന്ത് എന്നാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും മൃത്യുവിനെ കുറിച്ച് അറിയാം. പക്ഷെ മൃത്യുവിന്റെ അങ്ങോട്ട് അപ്പുറത്തേക്ക് എന്താണെന്നൊന്നും നമുക്കറിയില്ല, അല്ലെങ്കിൽ ജനനത്തിന്റെ തുടക്കം എന്താണെന്ന് അറിയില്ല. അങ്ങനെ കുറെ ഡൗട്ട്സ് നമുക്കുണ്ട്. നോക്കാം, നമുക്ക് ശാന്തി പർവ്വത്തിലൂടെ ശ്രീ മഹാഭാരതത്തിലൂടെ നമുക്ക് അപ്പം ശ്രീ മഹാഭാരതത്തിലൂടെ നമുക്ക് മൃത്യു എന്നാൽ എന്ത് എന്നൊന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ. പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചത്, ഭീഷ്മ പിതാമഹനോടാണ് യുധിഷ്ഠിരൻ ഇതെല്ലാം ചോദിക്കുന്നത്, അല്ലെ? പിന്നീട് ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിരൻ ചോദിച്ചത് എന്താണ്? മൃത്യുവിനെ പറ്റിയായിരുന്നു. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, വീരപരാക്രമശാലികളും, അതായത് നല്ല ശക്തിയുള്ളവരും അജയ്യരെന്ന് കരുതുന്നവരുമായിരിക്കുന്ന അതിരഥന്മാർ കൂടെ മരിച്ചു കിടക്കുന്നു, അല്ലെ? എത്ര നമ്മൾ അഹങ്കാര ഭാവത്തോടു കൂടി നിന്നാലും, ധിക്കാര ഭാവത്തോടു കൂടി നിന്നാലും, എന്തൊക്കെ ഞാനെന്ന ഭാവത്തിൽ നിന്നാലും ശരി, അങ്ങനെയുള്ള വ്യക്തികൾ പോലും മരിച്ചു പോകുന്നുണ്ട്. ഈ മൃത്യു എന്താണ്? മരണം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ മരണം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്? ആർക്കാണ് മൃത്യു സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? എന്താണ് അതിന്റെ ആവശ്യം? ഈ തത്വങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. അപ്പോ അതിന് മറുപടിയായിട്ട് ഭീഷ്മ പിതാമഹൻ പറയുന്നു, പണ്ട് കൃതയുഗത്തിൽ പുത്രശോകാർത്ഥനായിരിക്കുന്ന അകമ്പനൻ എന്ന രാജാവിനെ, പണ്ട് മറുപടിയായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, പണ്ട് ഭീഷ്മ പിതാമഹൻ കൃതയുഗത്തിൽ, അതായത് സത്യയുഗത്തില് പുത്രശോകാർത്ഥനായിരിക്കുന്ന അകമ്പനൻ, പുത്രനാൽ മകനാൽ ദുഃഖിതനായിരിക്കുന്ന അകമ്പനൻ എന്ന രാജാവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നാരദൻ പറഞ്ഞ ഒരു കഥയുണ്ട്. മനസ്സിലായില്ലേ? നാരദൻ പറഞ്ഞ ഒരു കഥയുണ്ട്. ആ ഒരു കഥ വിവരിച്ചു കൊടുക്കുകയാണ് ഇവിടെ. അപ്പോ നാരദൻ എന്തോ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കഥയെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. അകമ്പനൻ എന്ന് പറയുന്ന ഒരു രാജാവ് യുദ്ധത്തില് തോറ്റുപോയി. അപ്പൊ യുദ്ധത്തിൽ തോറ്റിട്ട് അദ്ദേഹം എന്താ ആയത്? നേരെ യുദ്ധത്തിൽ തോറ്റ അകമ്പനൻ എന്ന് പറയുന്ന രാജാവിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. ഒരേ ഒരു മകനെ ശത്രുക്കൾ കൊണ്ടുപോയി വധിക്കുകയും ചെയ്തു, കൊന്നും കളഞ്ഞു. മകൻ മരിച്ചപ്പോ വളരെയധികം ദുഃഖിതനായിരിക്കുമ്പോഴാണ്, മകൻ മരിച്ച് വളരെ ദുഃഖത്തിലിരിക്കുമ്പോ നാരദ മഹർഷി അതുവഴി വരികയാണ്. മഹർഷിയെ കണ്ടിട്ട് രാജാവ് എന്ത് ചെയ്തു? ഈ കഥകളെല്ലാം പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, മകൻ മരിച്ചു പോയി എന്ന ദുഃഖം മാറാനായിട്ട് രാജാവിനോട് ഒരു കാര്യം പറഞ്ഞു. രാജാവേ, പണ്ട് കാലത്ത് മരണം ഉണ്ടായിരുന്നില്ല. ബ്രഹ്മദേവന്റെ സൃഷ്ടി ഇങ്ങനെ നടക്കുകയാണ്, മരണമില്ല. ബ്രഹ്മദേവൻ ഇങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പ്രജകളെല്ലാം വർദ്ധിച്ച് ഭൂമിയിലൊട്ടും സ്ഥലമില്ലാതെയായി. അവരുടെ ഭാരം കൊണ്ട് ഭൂമിദേവി വല്ലാതെ വിഷമിക്കുകയാണ്. കാരണം മരണം ഉണ്ടെങ്കിലാണ് ജനനം നടത്തുന്നതിൽ ഒരു അർത്ഥമുള്ളൂ, അല്ലെ? അപ്പം മരണമില്ല, ജനനം നടക്കുന്നു. ഭൂമിദേവിക്ക് ഭാരം കൂടിക്കൊണ്ടേ വരികയാണ്. അവസാനം ഭൂമിദേവി എന്ത് ചെയ്തു? ബ്രഹ്മദേവന്റെ അടുത്ത് പോയിട്ട് ആവലാതിപ്പെട്ടു. എന്താ ആവലാതിപ്പെട്ടത്? പ്രജകളെ സംഹരിക്കുവാൻ ഒരു കാരണവും ഇല്ല,
ഒരു കാരണവും കാണാതെ പ്രജാപതി ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോ അവസാനം ഭൂമിദേവി ബ്രഹ്മദേവന്റെ അടുത്ത് പോയിട്ട് പറയാണ്, പ്രജകളെ ഇങ്ങനെ അങ്ങ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ പ്രജകളെ സംഹരിക്കാൻ കാരണം എന്തെങ്കിലും വേണം, അത് എന്താ കാരണം? അപ്പൊ പ്രജാപതി വിഷമിക്കണം, അയ്യോ ഞാൻ ജനനം നടത്തുന്നു, മരണമില്ല, എന്ത് ചെയ്യും? ഭൂമിദേവിക്ക് ഭാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന്റെ രോഷാഗ്നി അങ്ങ് ആളിക്കത്തി ആ അഗ്നിയിൽ ലോകം മുഴുവൻ ദഹിച്ചു പോവാണ്. സർവചരാചരങ്ങളും കത്തി ചാമ്പലാവുന്ന കണ്ടപ്പോ വേദവതിയായിരിക്കുന്ന മഹാദേവൻ അവിടെ എത്തി. മനസ്സിലായില്ലേ? അപ്പോ സമസ്ത ചരാചരങ്ങളും കത്തി ചാമ്പലാവുന്ന കണ്ടപ്പോ മഹാദേവൻ അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മാവിനോട് പറഞ്ഞു, അങ്ങ് ദയവായി അങ്ങയുടെ കോപം ഒന്ന് നിർത്തൂ പ്ലീസ്, ഇതൊരു അപേക്ഷയാണ്. അപ്പൊ അങ്ങയുടെ കോപം ഒന്ന് നിർത്തിയാലും ദയവുണ്ടായാലും എന്ന് പറഞ്ഞു. താൻ തന്നെ സൃഷ്ടിച്ച പ്രജകളിൽ താൻ ക്രുദ്ധനാകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു കൊടുത്തു മഹാദേവൻ. മഹാദേവൻ പറഞ്ഞു, അമ്മേ നമസ്തേ. അപ്പോ പറഞ്ഞു, അമ്മൂന്നായിപ്പോ വിളിച്ച അമ്മയെ കയറിയിട്ട്, സോറി അമ്മ. അപ്പോ ബ്രഹ്മദേവനോട് പറഞ്ഞു കൊടുക്കാണ്, ബ്രഹ്മദേവ അങ്ങ് തന്നെയല്ലേ ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ പ്രജകളെ എല്ലാം സൃഷ്ടിച്ചത്, എന്നിട്ട് അങ്ങ് തന്നെ ഇതിനെല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഇത് ശരിയല്ല. മഹാദേവൻ പറഞ്ഞു കൊടുക്കാണ് ബ്രഹ്മദേവനോട്, ഇത് ശരിയല്ല, അങ്ങ് ചെയ്യുന്നത് ശരിയല്ല, അങ്ങൊന്ന് ദേഷ്യം ശമിപ്പിക്കൂ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് മഹാദേവൻ പറഞ്ഞു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, ലോകത്തെ മുഴുവൻ സംഹരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ബ്രഹ്മദേവൻ പറയണേ, ഇത് മൊത്തം നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഭൂമിദേവിക്ക് ഭാരം താങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഭൂമിദേവിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്റെ ആ ഒരു ക്രോധാഗ്നി അതിനു വേണ്ടിയാണ് ജ്വലിച്ചിരിക്കുന്നത്. ഭൂമിദേവിക്ക് ഭാരം താങ്ങാൻ പറ്റുന്നില്ല. സൃഷ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇത് നടക്കുന്നില്ല, എന്ത് സംഹാരം നടക്കുന്നില്ല. അപ്പൊ ഭൂമിദേവിക്ക് ഭാരം താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനെ ഉപസംഹരിക്കുന്നു, അല്ലാതെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ അഗ്നിയെ ഉപസംഹരിച്ചപ്പോ എല്ലാം ഒന്ന് ഒതുക്കി നിർത്തിക്കൊണ്ട് ബ്രഹ്മാവിന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഒരു കന്യക ജനിച്ചു. ബ്രഹ്മാവിന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഒരു കന്യക ജനിച്ചു. എന്നിട്ടോ ശരി സുജിത്ത്, ടേക്ക് റെസ്റ്റ്. അപ്പോ ബ്രഹ്മാവിന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നൊരു കന്യക ജനിച്ചു. പ്രജാപതി എന്തു ചെയ്തു? കന്യകയെ എന്തെന്നാ വിളിക്കുന്നതെന്ന് അറിയാമോ? മൃത്യു എന്ന് വിളിച്ചു. മനസ്സിലായില്ലേ? കന്യകയെ ബ്രഹ്മദേവൻ എന്ത് വിളിച്ചു? മൃത്യു എന്ന് വിളിച്ചു. അങ്ങനെ അവളോട് എന്ത് പറഞ്ഞു? മൃത്യു എന്ന് പറയുന്ന ആ കന്യകയോട്, ആ സ്ത്രീയോട് ബ്രഹ്മദേവൻ പറഞ്ഞു, ജീവി വർഗത്തെ മുഴുവൻ സംഹരിച്ചോളൂ എന്ന് പറഞ്ഞു. ജീവികൾക്ക് അനിഷ്ടമായ ആ ദ്രോഹം ചെയ്യാൻ ആ കന്യകയ്ക്ക് ഇഷ്ടമില്ല. കാരണം ആരും മരണം ആഗ്രഹിക്കുന്നില്ല, അല്ലെ? അപ്പൊ കന്യക ഇങ്ങനെ ചിന്തിക്കാണ്, എങ്ങനെയാണ് ഞാൻ ജീവികളെ സംഹരിക്കുന്നത്? അതുകൊണ്ട് ആ കന്യക കരയാൻ തുടങ്ങി. അവളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വരികയാണ്. ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ആ കണ്ണുനീരെല്ലാം ബ്രഹ്മദേവന്റെ കയ്യിലെടുത്തിട്ട് കമണ്ഡലുവിൽ ഇങ്ങനെ ശേഖരിക്കാൻ തുടങ്ങി, ആ കണ്ണുനീരൊക്കെ. പിന്നീട് ആ സ്ത്രീ ഒരുപാട് നാള് തപസ് ചെയ്യാണ്. അതിനുശേഷം മൃത്യുദേവത ബ്രഹ്മാവിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായി. അപ്പോ ബ്രഹ്മദേവൻ എന്തു ചെയ്തു? അദ്ദേഹം ശേഖരിച്ചു വെച്ചിരുന്ന കണ്ണുനീര് ലോകത്തിലേക്ക് ഇങ്ങനെ തളിച്ചു. കമണ്ഡലുവില് ആ കണ്ണുനീര് ശേഖരിച്ചു വെച്ചിരുന്നല്ലോ, അതെടുത്തിട്ട് ലോകത്തിൽ മുഴുവൻ തളിച്ചു. അത് പല പല രോഗങ്ങളായി മാറി ആ കണ്ണുനീര്. മനസ്സിലായില്ലേ? ആ കണ്ണുനീരെല്ലാം പല പല രോഗങ്ങളായി മാറി ജനങ്ങളെ വിഷമിപ്പിച്ചു. പിന്നെ മനസ്സിൽ രാഗദ്വേഷങ്ങളെയും കൽപ്പിച്ചു. രാഗദ്വേഷങ്ങൾ മനസ്സിലൂടെ സൂക്ഷ്മ ശരീരത്തെയും രോഗങ്ങൾ സ്ഥൂല ശരീരത്തെയും പീഡിപ്പിച്ചു എന്നാ പറയുന്നത്. മനസ്സില് രാഗദ്വേഷങ്ങൾ കയറി. ആ രാഗദ്വേഷങ്ങൾ മനസ്സിലൂടെ സൂക്ഷ്മ ശരീരത്തെ ബാധിച്ചു, ആത്മാവിനെ. എന്നിട്ടോ നമ്മളപ്പം ചെയ്യേണ്ടതായ ദിനചര്യകൾ ചെയ്യില്ല, വളരെ അഹങ്കാരബോധത്തോടെ ധിക്കാരബോധത്തോടെ ഒക്കെ പോകാൻ തുടങ്ങി. പിന്നെയോ നമ്മുടെ രോഗങ്ങൾ, കുറച്ച് കണ്ണുനീരെല്ലാം രോഗങ്ങളായി മാറിയില്ലേ? ആ രോഗങ്ങളെല്ലാം എന്തായി? സ്ഥൂല ശരീരത്തെ, നമ്മുടെ ഈ നശിച്ചു പോകുന്ന ശരീരത്തെയും ബാധിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളവരെയൊക്കെ മൃത്യുദേവത സംഹരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് മൃത്യുവിന്റെ പ്രവർത്തനം ആദ്യമായിട്ട് തുടങ്ങുന്നത്.
രോഗങ്ങളില്ല എങ്കിൽ രാഗദ്വേഷങ്ങളാണ് മരണത്തിന് കാരണമെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? രോഗമില്ലാത്ത ഒരു വ്യക്തി അഹങ്കാര ധിക്കാര ബോധത്തോടു കൂടി ജീവിച്ച് സ്വയം എല്ലാവർക്കും വെറുക്കപ്പെട്ടവനായി അല്ലെങ്കിൽ വെറുക്കപ്പെട്ടവളായി മാറി അസൂയയും കുശുമ്പും ഇവിടെ കേട്ടത് അവിടെ, അവിടെ കേട്ടത് ഇവിടെ, ഇങ്ങനെ പറഞ്ഞ് 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 സ്വയം പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെടുകയാണ്. അല്ലയോ അകമ്പന രാജാവേ, അങ്ങയുടെ പുത്രന്റെ മരണവും ഒരു ആകസ്മിക മരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാരദ മഹർഷി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. മരണം ലോകത്തിന് ആവശ്യമാണ്, അല്ലെ? നമുക്ക് ഇപ്പോ നമ്മൾ പറയും അയ്യോ ഞാൻ മരിച്ചു പോവാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മള് കുറേ നാള് ജീവിച്ച നമ്മളുടെ മക്കൾക്ക് പോലും നമ്മൾ ഭാരമാണ്. ആലോചിച്ചു, എത്ര പ്രിയപ്പെട്ട ഒരു അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ദുരിതപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എന്താ ആഗ്രഹിക്കാം? ഭഗവാനെ മോക്ഷം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. കാലാകാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അനുമതിയില്ല, ജീവിക്കാൻ പറ്റൂല. മരണം അനിവാര്യമാണ്. മരണം ലോകത്തിന് ആവശ്യമാണ്, ഹിതകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാരണമാണ്. രാഗദ്വേഷങ്ങൾ പലപ്പോഴും അതിന് കാരണമാണ്, മരണത്തിന് കാരണമാണ്. അപ്പൊ അതിലങ്ങ് വിഷമിക്കല്ലേ. ഇതാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? നാരദ മുനി പറഞ്ഞു കൊടുക്കുന്നത്. ധർമാധർമ്മ സ്വരൂപം, അതാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ യുധിഷ്ഠിരൻ ചോദിച്ചത് ധർമാധർമ്മങ്ങളെ പറ്റിയാണ്. ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് ധർമ്മം വിധിച്ചിട്ടുള്ളത്? ഇഹത്തിലോ പരത്തിലോ, അതായത് ഈ ലോകത്തിലോ വേറെ ലോകങ്ങളിലോ അതിന്റെ ഫലം അനുഭവിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അധർമ്മത്തിന്റെ ഫലം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൂടെ പിതാമഹൻ ഉത്തരം നൽകുന്നുണ്ട്. എന്താ പറയുന്നത്? ലോകയാഥാർത്ഥമേവേഹ ധർമ്മസ്യ നിയമഃ കൃതഃ ഉഭയത്ര സുഗോധർഗം ഇഹച്ചൈവ പരത്രജ അലബ്ധ നിപുണം ധർമ്മം പാപഃ പാപേന യുച്യതേ എന്നാണ് പറയുന്നത്. അതായത് സദാചാരം, സ്മൃതി, വേദം, ഇങ്ങനെ 3 രീതിയിലാണ് ധർമ്മത്തെ നമ്മൾ കണക്കാക്കേണ്ടത്. എങ്ങനെ? സദാചാരമുണ്ട്, സ്മൃതിയുണ്ട്, വേദമുണ്ട്. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ ധർമ്മത്തെ കണക്കാക്കണം. എന്നിട്ടോ ഈ ധർമ്മം വിധിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലോകത്ത് സമാധാനം നിലനിർത്താനാണ് ഈ ധർമ്മത്തെ നമ്മൾ വിധിച്ചത്. ഈ ലോകത്തിലും നമ്മളുടെ വേറെ ലോകങ്ങളിലും അതിന്റെ ഫലം ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ ഈ ലോകത്തൊരു ധർമ്മം ചെയ്താൽ അതിന്റെ ഫലം ഇവിടെ ഉണ്ടാവും, വേറെ ലോകത്തും ഉണ്ടാവും. ശരിയായ ധർമ്മം അറിയാതെ പാപം ചെയ്തു കഴിഞ്ഞാൽ ഫലം അനുഭവിക്കേണ്ടി വരും. നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ശരിയായ ധർമ്മം നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഈ ധർമ്മം അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താണ് കഷ്ടതകൾ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പാപം അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ജന്മത്തെ നമ്മൾ പറയും അയ്യോ ഞാൻ പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ജപിക്കുന്നു, ക്ഷേത്രങ്ങളിൽ പോണു, എന്നിട്ടും ഞാൻ ഈ ജന്മത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്? കാരണം എന്ന് വെച്ചാൽ ഈ ജന്മത്ത് ദുഃഖങ്ങൾ അനുഭവിക്കാൻ കാരണം കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ചെയ്തു പോയ തെറ്റുകളാണ്. അതിന്റെ ഒരു നിജസ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെ? എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് നമുക്കറിയില്ല. നമുക്ക് മറവി ഈശ്വരൻ തന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ ഫലമാണ് ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. ഈ ജന്മത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു തെറ്റ് ചെയ്യണമെന്നില്ല. കഴിഞ്ഞ ജന്മം ചെയ്ത് തന്നെ ധാരാളം, അതിന്റെ കൊടിയ പാപങ്ങൾ തന്നെ ഈ ജന്മത്ത് തീരുന്നില്ല, അല്ലെ? അപ്പോ അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ എന്തൊരു അധർമ്മം ചെയ്താലും അത് ഈ ജന്മത്ത് ഈ ലോകത്ത് വെച്ചും നമ്മൾ ഏത് ലോകത്ത് പോയാലും ആ ദുരിതം അനുഭവിക്കണം. സത്യസ്യ വചനം സാധൂന സത്യാത് വിദ്യതേ പരം എന്നാണ് പറയുന്നത്. ഒപ്പം സത്യേന വിദ്രുതം സർവം സർവം സത്യേ പ്രതിഷ്ഠിതം. അപ്പൊ സത്യത്തിന് ഒരുപാട് വിലയുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയാൻ പഠിക്കണം. അതിൽ യാതൊരുവിധ ന്യായീകരണവും ഇല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അയ്യപ്പൻ വിളക്കല്ലേ? സാരല്ലേ അനിൽകുമാർ പ്രഭു. ഭഗവാനെ കാണാനുള്ള അനുഗ്രഹം കിട്ടിയില്ല, അയ്യപ്പൻ വിളക്കിലൊക്കെ കൂടാൻ പറ്റിയില്ല, വലിയ കാര്യം. അപ്പോ നമ്മള് എന്ത് വലിയ തെറ്റുമായിക്കോട്ടെ നമ്മൾ അതിന്റെ മേളിൽ ഇങ്ങനെ കയറി 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 കഥകൾ മെനഞ്ഞ് നമ്മൾ കള്ളത്തരത്തിൽ ജീവിക്കരുത്. തല പോകുന്ന കേസാണെങ്കിലും നിവർന്നു നിന്ന് പറയാൻ പഠിക്കണം, അതിലൊരു അന്തസ്സുണ്ട്. പക്ഷേ ഈ ഒരു കലിയുഗത്തില് സത്യത്തിന്റെ വഴിക്ക് ആര് പോയാലും അവർക്ക് ദുരിത ഫലം അനുഭവിക്കേണ്ടി വരും. പക്ഷേ
കോടാനുകോടി ജനങ്ങൾ ഒറ്റപ്പെടുത്തിയാലും സാക്ഷാൽ ഈശ്വരൻ നമ്മളെ കൈവിടില്ല. കുറേ കഷ്ടപ്പെട്ടാലും. കള്ളത്തരത്തിലൂടെ ആര് ജീവിക്കുന്നുവോ അവർക്ക് ദുരിത ഫലമാണ്. അവരെ എല്ലാവരും വെറുത്തുപോകും. മനസ്സിലായി? ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം പുറത്തു വരും. അപ്പോൾ നമ്മൾ ചെയ്യാതെ നമ്മൾ കേൾക്കേണ്ടി വന്നാലും നമ്മൾ ക്ഷമയോടെ ഇരിക്കുക, സമയം കൊടുക്കുക. വീട്ടിലൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? പലരുടെ വീട്ടിലും പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിലൊന്നും ഞാൻ പറയുന്നു, അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട. കാരണം എന്താ, പറയുന്നവർ പറയട്ടെ. നമ്മൾ ചെയ്യുന്നത് ധർമ്മമാണെങ്കിൽ ആ ധർമ്മം വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ഭഗവാന്റെയാണ്. അത് ഭഗവാൻ ചെയ്തു തരും, ഉറപ്പായിട്ടും ചെയ്തു തരും. സത്യത്തിന്റെ വഴിയെ പോയിരിക്കുന്ന എല്ലാവരും ദുഃഖം അനുഭവിച്ചിട്ടേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ഫീൽ ചെയ്യണ്ട. സമാധാനമായിട്ട് മുന്നോട്ട് പോവാം, ശാന്തിയോടുകൂടി മുന്നോട്ട് പോവാം. സത്യം അല്ല ജയിക്കുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം സത്യം ജയിക്കാൻ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ഉറപ്പായിട്ടും സത്യം ജയിച്ചിരിക്കും. സത്യമാണ് ഈശ്വരൻ, സത്യമാണ് വാസ്തവം, സത്യമേ നിലനിൽക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സത്യസ്യ വചനം സാധൂന സത്യാത് വിദ്യതേ പരം, സത്യേന വിദ്രുതം സർവം സർവം സത്യേ പ്രതിഷ്ഠിതം. സത്യത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാവാൻ പാടുള്ളൂ. തെറ്റ് മനുഷ്യ സഹജമാണ്. മനസ്സിലാക്കുക. എനിക്കും തെറ്റുപറ്റും, നിങ്ങൾക്കും തെറ്റുപറ്റും, എല്ലാവർക്കും തെറ്റുപറ്റും. മനുഷ്യ സഹജമാണ് തെറ്റെന്ന് പറയുന്നത്. അതിൽ ഒരിക്കലും വേദനിക്കേണ്ട. അറിഞ്ഞുകൊണ്ട് നമ്മൾ പോയി ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല, ഇല്ലേ? അറിയാതെ ചിലപ്പം സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം. ഹാപ്പനിങ്. എന്ത് ചെയ്യാൻ പറ്റും? ആ തെറ്റിൽ തന്നെ നമ്മൾ കിടക്കരുത്, അതിൽ നിന്ന് പുറത്തു വരിക. പല രീതിയിൽ പലർക്കും തെറ്റുപറ്റും, സ്വാഭാവികം. പക്ഷേ തെറ്റിൽ ഒരിക്കലും നിലനിൽക്കരുത്. എപ്പോഴാണോ നമുക്ക് തെറ്റുപറ്റി എന്ന് തോന്നുന്നത്, പ്രായശ്ചിത്താർത്ഥം നമ്മൾ അതിന് മാപ്പ് ചോദിച്ച് പുറത്തു വരണം. ക്ലിയർ? ധർമ്മം അനുഷ്ഠിക്കാത്തവർ, ധർമ്മത്തിന്റെ വഴി ആരാണോ പോകാത്തത്, അവര് അധർമ്മികളും പാപികളുമായി തീരുന്നു. നമുക്ക് അങ്ങനെ ഒരു പാപി ആവണോ? ഒരിക്കലും ആവണ്ട, അല്ലെ? നമ്മൾക്കൊരു സമാധാനമുള്ള ജീവിതം മതി. കോടാനുകോടി സമ്പത്ത് വേണ്ട, വലിയ വലിയ പേരുകൾ വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഒരു നല്ല വ്യക്തിയായി ജീവിച്ചാൽ മതി. നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നല്ല സ്ഥാനത്ത് ജീവിച്ചാൽ മതി. ഇത്രയേ നമുക്ക് വേണ്ടൂ. നല്ല രീതിക്ക് നമ്മൾ ജീവിച്ചിട്ടും നമ്മളെ സ്നേഹിക്കാൻ, ഒരു പൂർണ്ണമായി സ്നേഹിക്കാൻ ആരുമില്ല. ആലോചിച്ചു. നമുക്ക് ചുറ്റുള്ള എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം നമ്മളെ കരുതി കൊണ്ട് നടക്കുന്നവരും ആവശ്യക്കാരുമാണ്. അല്ലാതെ എൻ്റെ എന്ന് പറഞ്ഞ ഒരു ന്യായീകരണത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ ഒരു 70-75 ഒക്കെ വയസ്സായ ഒരു കുറച്ച് ഏജ് ഉള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ, അവർക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ, നമ്മളെ വീട്ടിൽ ആ ദിവസം ഒത്തുകൂടിയിരിക്കുന്ന നമ്മുടെ സമസ്ത കുടുംബങ്ങളും എന്താ പറയുക, അയ്യോ മുത്തശ്ശി എവിടെയായിരുന്നു, മുത്തശ്ശിയെ കണ്ടിട്ട് കുറേ നാളായി, മുത്തശ്ശി സുന്ദരിയായിരിക്കുന്നു, മുത്തശ്ശി ഭക്ഷണം കഴിച്ചോ, ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് ചായ എടുത്തുകൊണ്ട് വരും, ഭക്ഷണം എടുത്തുകൊണ്ട് വരും. നമ്മളത് കൊടുക്കും, മുത്തശ്ശിയുടെ കൂടെ സെൽഫി എടുക്കും, മുത്തശ്ശിക്ക് ഉമ്മ കൊടുക്കും, മുത്തശ്ശിയുടെ സാരിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും, ചിലപ്പോൾ ഭക്ഷണം വാരിക്കൊടുക്കും, ഒക്കെ ചെയ്യും. അറ്റ് പ്രസന്റ് നമ്മൾ ആ സ്നേഹം ആ വ്യക്തിയോട് കാണിക്കും. ഓക്കെ, സമ്മതിക്കുന്നു. ഇതേ മുത്തശ്ശിയെ കിടപ്പിലായാൽ നോക്കാൻ എത്ര പേരുണ്ടാവും? ആരും ഉണ്ടാവില്ല. കാരണം എന്താ? എല്ലാവരും ബിസിയാണ്. ഈ പറഞ്ഞ സെൽഫി എടുത്ത കൊച്ചുമക്കളോ പേരമക്കളോ ഒന്നും കാണില്ല. കാരണം അവരവരൊക്കെ അവരവരുടെ ലോകത്ത് ബിസിയാണ്. അപ്പോൾ എന്തിനാണ് ആ ഒരു സ്നേഹം കാണിക്കുന്നത്? അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ എന്തിനൊരാശ കൊടുക്കുന്നു? സ്ഥിരമായിരിക്കുന്നതായിരിക്കണം സ്നേഹം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സ്ഥിരതയില്ലാത്തത് വേസ്റ്റാണ്. അതാരോടായാലും നമ്മളത് ചിന്തിക്കേണ്ട വസ്തുതയാണ്. അപ്പോൾ ആ സമയത്ത് നിൽക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. സ്ഥിരമായി അവർ നമ്മുടെ കൂടെ ആണെങ്കിൽ ഒരു വിളിക്കുള്ളിൽ രണ്ടാമത്തെ വിളി വിളിച്ചാലോ ഈ സീരിയൽ ഒന്ന് കാണാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ മൊബൈൽ ഒന്ന് കാണാൻ സമ്മതിക്കില്ല, ഒന്ന് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല, അപ്പൊ വിളിച്ചോളൂ. ഇതാണ് പ്രതികരണം, അല്ലെ? ഇത്രയേ ഉള്ളൂ മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യബന്ധങ്ങൾ. മൂകാംബികയില് ഞാൻ പോയപ്പം അവിടെ ഞാനൊരു അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്. ആ അപ്പൂപ്പൻ എപ്പോഴും അവിടെ ഇരിക്കും. നല്ല തേജസ് ഉള്ളൊരു ഫേസാണ് അപ്പൂപ്പന്. അപ്പം ആ അപ്പൂപ്പൻ ഇങ്ങനെ, എനിക്ക് എന്തോ ഒരു ചെറിയൊരു സ്പാർക്ക് തോന്നി അപ്പൂപ്പനോട്. അപ്പം അപ്പൂപ്പൻ അവിടെ അങ്ങനെ ഇരുന്നപ്പം ഞാൻ ചെന്നു, അപ്പൂപ്പ എന്ന് വിളിച്ചു. പെട്ടെന്ന് അദ്ദേഹം അങ്ങ് തിരിഞ്ഞു നോക്കി. കാരണം അത്രയും പ്രായമുണ്ട്, 78-80 വയസ്സോളം ഉണ്ട് ആ പാവത്തിന്. അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് അപ്പൂപ്പനെ എവിടെയാന്ന് ചോദിച്ചു. ഏതോ ഒരു സ്ഥലം പറഞ്ഞു, എൻ്റെ ഓർമ്മയിൽ ആ സ്ഥലമില്ല. കാരണം ഇപ്പോഴല്ല, കുറച്ച് മുമ്പെയാണ് ഞാൻ അപ്പൂപ്പനെ ഫസ്റ്റ് പോക്കിനായിരുന്നു ഞാൻ ചോദിച്ചത്.
സംസാരിച്ച് ഞാൻ അപ്പൂപ്പൻ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. ഇവിടെ എങ്ങനെ ഇരിക്കും, അപ്പൊ ആരെങ്കിലുമൊക്കെ എനിക്ക് തരും മോളെ, അത് വെച്ച് കഴിക്കും. ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കാന്ന്. അപ്പോ ദിവ്യ മാതാജിക്കും മറ്റു നമ്മുടെ കൂടെ മൂകാംബികയിൽ ഉണ്ടായിരുന്ന 1-2 പേർക്കൊക്കെ അറിയാം. ദിവസവും ഞാൻ മഞ്ജരീസിന്റെ പേരിൽ അപ്പൂപ്പന് ഒരു 100 രൂപ കൊടുക്കാൻ തുടങ്ങി. അത് മഞ്ജരീസിന്റെ പേരിൽ കൊടുക്കാൻ കാരണം ആരെങ്കിലുമൊക്കെ ബുക്സ് ഒക്കെ വാങ്ങിയാൽ എക്സ്ട്രാ ഒരു 50 രൂപയോ 10 രൂപയോ 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ പറയാം കുഴപ്പമില്ല മാതാജി എന്തെങ്കിലും സേവനത്തിന് എടുത്തോളൂ എന്ന് പറയും. അപ്പൊ നമ്മുടെ കയ്യിൽ അങ്ങനെ വരുന്ന ഒരു കുഞ്ഞ് ബാലൻസ് ഉണ്ടാവും. അപ്പൊ ആർക്കെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുന്നതാണല്ലോ ധർമ്മം. അപ്പൊ ദിവസവും ഞാനൊരു 100 രൂപ അപ്പൂപ്പനെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അപ്പൂപ്പൻ അവിടുന്ന് നല്ല അപ്പൂപ്പനാണ്. അതെ, ദിവസവും രാവിലെയും ഉച്ചയ്ക്കൊക്കെ അപ്പൂപ്പൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മൂകാംബികയിൽ നല്ല എന്താ പറയാ ആളുകളൊക്കെ ഇപ്രാവശ്യം കുറച്ച് കുറഞ്ഞു, സീസണൊക്കെ മാറി ഒന്ന് കുറഞ്ഞു. അപ്പൊ അപ്പൂപ്പൻ മെല്ലെ ഗുരുവായൂരിലേക്ക് വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ ഗുരുവായൂർ പോവാ. പക്ഷെ എപ്പോ വരും അപ്പൂപ്പ? ഇനി ഒരു 2 മാസം കഴിയും. അപ്പൊ എനിക്ക് സങ്കടമായി. അപ്പൊ ഞാനൊരു 500 രൂപ അപ്പൂപ്പന്റെ കയ്യിൽ കൊടുത്തു. വേണ്ട മക്കളെ, മക്കൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നല്ലേ. ഞാൻ പറഞ്ഞു ഇത് എന്റെ അല്ല അപ്പൂപ്പ, ഞങ്ങളുടെ ട്രസ്റ്റിന്റെയാ, ആരേലൊക്കെ ഏൽപ്പിക്കുന്ന കാശാണ്, അത് അപ്പൂപ്പനെ തന്നത്, അത് അമ്മ ദേവിക്ക് അറിയാം അപ്പൂപ്പാന്ന് പറഞ്ഞു. ശരി മക്കളെ, നിങ്ങളുടെ ആ കുടുംബം നന്നായിരിക്കട്ടെ, ആ കുടുംബത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സമാധാനക്കേടില്ലാതിരിക്കട്ടെ, എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ അനുഗ്രഹിച്ചു. നമ്മളെല്ലാവരെയും മഞ്ജരീസിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അപ്പൂപ്പൻ പോയി. പിറ്റേന്ന് രാവിലെ മുതൽ അപ്പൂപ്പൻ ആ ഇരിക്കുന്ന സ്ഥലം എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. എൻ്റെ കണ്ണു നിറഞ്ഞു. ഒരു മിസ്സിങ്, അപ്പൂപ്പനെ കാണുന്നില്ല. അങ്ങനെ ഞാൻ ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇനി എന്തായാലും ഈ യാത്രയിൽ എനിക്ക് അപ്പൂപ്പനെ കാണാൻ കഴിയില്ല, ഇനി അടുത്ത യാത്രയിലായിരിക്കും. അങ്ങനെ ദൂരന്നേ കാണുമ്പോൾ ഞാൻ അപ്പൂപ്പാന്ന് വിളിക്കുമ്പോൾ അപ്പൂപ്പൻ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുകയും, ആ അപ്പൂപ്പനും ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ചതാണ്, സഹോദരങ്ങളോടുകൂടി ജനിച്ചതാണ്. എത്രയോ വർഷം ചെന്നൈയിൽ നല്ല ജോലിയിലിരുന്ന ആളാണ്. ഇന്ന് അമ്മ ദേവിയുടെ തൊട്ടടുത്തിരിക്കുന്നു. അങ്ങനെ അപ്പൂപ്പൻ വന്ന സമയത്ത് കേരളത്തിൽ നല്ല മഴ. അപ്പൂപ്പൻ ഈ മഴ താങ്ങാൻ പറ്റാതായപ്പം തിരിച്ച് മൂകാംബികയിൽ വന്നു. പോയി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ തിരിച്ചെത്തി. ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന ദിവസം എങ്ങനെയാണ്? അപ്പൊ ദിവ്യ മാതാജി പറഞ്ഞു, ദേ അമ്മു അപ്പൂപ്പൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി, ആ അപ്പൂപ്പ എന്താ വന്നേ? മോളെ അവിടെ മുഴുവൻ മഴയാ, അപ്പൂപ്പൻ എവിടെ കിടക്കും? അതുകൊണ്ട് അപ്പൂപ്പൻ നേരെ ഇങ്ങോട്ട് വന്നു. മൂകാംബികയിൽ തണുപ്പ് സഹിക്കാൻ പറ്റാണ്ടാണ് പാവം ഗുരുവായൂർക്ക് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൂപ്പന് താമസിക്കാൻ ഞാൻ എവിടെങ്കിലും ഒരു സ്ഥലം റെഡിയാക്കട്ടെ എന്ന് വെച്ചു. വേണ്ട മോളെ, അപ്പൂപ്പൻ ഇവിടെ അങ്ങനെ ഇരുന്നോളാം, ഒരു കാലിന് കുറച്ച് പ്രശ്നമാണ്, നടക്കാനൊക്കെ പാവത്തിന്. എങ്കിലും അതിരാവിലെ എന്താ പറയാ, നോക്കാം മാതാജി ഞാൻ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ, മെസ്സേജ് നോക്കാം, ഞാൻ നാളെ നോക്കാം കേട്ടോ, ഇന്നിപ്പോ കുറേ യാത്ര കഴിഞ്ഞ് ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ, ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യും, നാളെ നോക്കാം മെസ്സേജ് കേട്ടോ, വിഷമിക്കണ്ട, നാളെ എന്തായാലും നോക്കാം. സൂപ്പർ ജാനകി മാതാജി, തൃപ്പാദ നമസ്കാരം, അയ്യപ്പ സ്വാമിയെ കണ്ടിട്ട് വരും. അങ്ങനെ അപ്പൂപ്പൻ അതൊക്കെ പറഞ്ഞ് തിരിച്ചു വരാൻ നേരം ഞാൻ വീണ്ടും ഒരു 500 രൂപയ്ക്ക് അപ്പൂപ്പന് കൊടുത്തു. അപ്പൂപ്പ ഇത് മഞ്ജരീസിന്റെ ആണ്, അപ്പൂപ്പൻ വെക്കണമെന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ മോളെ ഈ മഞ്ജരീസ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുറേ ഭഗവാനെയും ദേവിയെയും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് അപ്പൂപ്പ. ആ കുടുംബത്തിലുള്ളവർ തരുന്ന 1ഉം 2ഉം രൂപയും ചേർത്ത് വെക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ഞാൻ തരുന്നത്. അപ്പൂപ്പനെ ഞാൻ ഒരു ദിവസം ലൈവില് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, ശ്രീരാമ ജയം മോളെ എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ഹരേ കൃഷ്ണ എന്നല്ലേ പറയാം. അപ്പൂപ്പൻ പറഞ്ഞു, ശ്രീരാമ ജയം മോളുടെ ആ കുടുംബത്തിനോട് പറയണം, അപ്പൂപ്പന്റെ ശ്രീരാമ ജയം എന്ന് പറയണം. ആ കുടുംബത്തിന് വേണ്ടി അപ്പൂപ്പൻ എന്നും പ്രാർത്ഥിക്കും. കാരണം അപ്പൂപ്പൻ ഇവിടെ ഇരിക്കുമ്പോഴേ ആൾക്കാർ ആരെങ്കിലുമൊക്കെ എന്തേലൊക്കെ തരും മോളെ, പക്ഷെ പലപ്പോഴും കിട്ടാറില്ല. അപ്പൂപ്പന്റെ ബാഗിലൊന്നും ഒന്നുമില്ല മക്കളെ, നോക്കിക്കേ, ഈ ഒരു ജപമാലയേ ഉള്ളൂ അപ്പൂപ്പന്റെ സ്വന്തം എന്ന് പറയാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൂപ്പ ഞാൻ വരുമ്പോഴല്ല അപ്പൂപ്പനെ തരും, ഞാനിവിടെ ഉണ്ടെങ്കിൽ അപ്പൂപ്പൻ പട്ടിണി കിടക്കില്ല. ഇല്ല, അപ്പൂപ്പൻ അമ്പലത്തിൽ നിന്നൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയാൽ അപ്പൂപ്പൻ കഴിക്കും മക്കളെ, കുറെ നേരം നിൽക്കാൻ പറ്റില്ല, 2 കാലും നീരാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ആ നീരും വെച്ചിട്ട് ആ അപ്പൂപ്പൻ ദിവസവും രാവിലെ അമ്പലം പ്രദക്ഷിണം വെക്കുകയും ദിവസവും രാവിലെ പ്രദക്ഷിണം വെക്കും. ആ പ്രദക്ഷിണവും കഴിഞ്ഞ് ആ ഒരു വടിയും കുത്തി ഇങ്ങനെ ദേവിയെ നോക്കി നിൽക്കും. അപ്പൊ ഒരു ദിവസം രാവിലെ ഞങ്ങൾ പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, മോളുടെ ആ കുടുംബത്തിന് വേണ്ടി അപ്പൂപ്പൻ ദേവിക്ക് മുമ്പിൽ അത്രയും പ്രാർത്ഥിച്ചു. ഞാൻ കാണാത്ത എത്രയോ മക്കൾ എൻ്റെ കുഞ്ഞിനെ സഹായിക്കുന്നോണ്ടല്ലേ അപ്പൂപ്പനും ആ ഒരു സഹായം ലഭിച്ചത്. നല്ലതേ വരൂന്ന് അപ്പൂപ്പൻ പറയണം, അപ്പൂപ്പൻ പറഞ്ഞു എന്ന് ആ കുടുംബത്തോട് മക്കള് പറയണേ. ഞാൻ പറയാം അപ്പൂപ്പ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ അപ്പൂപ്പനെ ലൈവ് ഇടാമോ? ശരി മക്കളെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സോ ഇതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും നമ്മളൊന്ന് ഹൃദയം കൊണ്ട് കണ്ണോടിച്ചാൽ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും, ഒത്തിരി ജീവാത്മാക്കളെ കാണാൻ പറ്റും. ഈ ജീവാത്മാക്കളുള്ളിലെല്ലാം എന്തുണ്ട്? ബിന്ദുമ്മേ എവിടെയാണ്?
ഇവിടെ വാ, ഇവിടെ വന്നിരിക്കും, കൊതുകടിയും കൊണ്ട് പുറത്തിരിക്കുന്ന. അപ്പോൾ എന്നോട് പറയാണ്, ഇങ്ങനെ ഒത്തിരി പേരെ കാണാൻ പറ്റും നമുക്ക്. വിളിച്ചോ മാതാജി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആത്മബന്ധങ്ങളും ഒരു കുടുംബ ബന്ധങ്ങളും നമുക്കുണ്ടാവില്ല. ഈ ഭൂമിയിൽ നമ്മൾ എന്താണോ ചെയ്തിട്ട് പോകുന്നത് അത് മാത്രമേ നമുക്ക് ഉണ്ടാവൂ. നിങ്ങളിൽ പലരും ദിവസേന എത്രയോ പേരുടെ പട്ടിണി മാറ്റുന്നു അന്നദാനം തന്നിട്ട്, ഇല്ലേ? ആ അന്നദാനത്തിന്റെ ഒരു പങ്ക് കൊണ്ട് ഒരു കുടുംബം, 2 കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ട്. അമ്മുവിന്റെയും ദിവ്യ മാതാജിയുടെയും 2 കുടുംബം ആ അന്നദാനത്തിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നുണ്ട്. എത്രയോ വിശന്ന വയറുകൾ ആ ഒരു പങ്ക് പറ്റിയിട്ട് അവര് വിശപ്പറിയാതെ കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. ചിന്തിച്ചു നോക്കൂ. അടുക്കളയിൽ കയറി അടച്ചു വെച്ച പാത്രത്തിൽ നിന്ന് ചോറെടുത്ത് പ്ലേറ്റിലിട്ട് TV ഓണാക്കി അല്ലെ മൊബൈലിൽ റീൽസും കണ്ട് തിന്നുന്ന നമുക്കറിയില്ലല്ലോ വിശപ്പിന്റെ വില. പക്ഷെ ആരെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ച് കണ്ണിമ വെട്ടാതെ റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നവരെ കാണണമെങ്കിൽ ഭക്ഷണപ്പൊതിയുമായിട്ട് തെരുവിൽ ഇറങ്ങണം. ആ തെരുവിൽ കിടക്കുന്ന ഓരോരുത്തർക്കും പറയാനുണ്ട് ഓരോ അനുഭവങ്ങളുടെ കഥ. അങ്ങനെ നോക്കുമ്പോൾ മഞ്ജരീസ് എത്ര പേരുടെ പട്ടിണി മാറ്റുന്നു. സ്ഥിരമായി ശമ്പളം കിട്ടിയാൽ മഞ്ജരീസിലേക്ക് അന്നദാനം തരുന്നവരുണ്ട്, വസ്ത്രദാനം ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികളുമാണ് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. മനസ്സിലായില്ലേ? പോയിട്ടുണ്ടെങ്കിലാ സൂപ്പർ, പിടിച്ചിട്ട് വന്നിടേ. അപ്പൊ അങ്ങനെയുള്ള ജീവിതങ്ങളെ നമ്മളൊരു താങ്ങായി മാറണം. അതാണ് സത്യം എന്ന് പറയുന്നത്. ആ കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം, അല്ലെങ്കിൽ ആ ഒരു വാക്ക്, ആ ഒരു സ്നേഹം, ആ ഒരു കരുതല്. എന്റെ കണ്ണ് അപ്പൂപ്പന്റെ മുന്നിൽ നിറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, മക്കൾ എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അപ്പൂപ്പ, സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അമ്മയെ പിരിയണമല്ലോ, അതുകൊണ്ടാണ്. ഇല്ല മക്കളെ ഒരിക്കലും അമ്മ പിരിയില്ല. അപ്പൂപ്പൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ എപ്പോഴും അപ്പൂപ്പൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൂപ്പന് വേണ്ടി പ്രാർത്ഥിക്കാനില്ല, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല, ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനില്ല മക്കളെ. അപ്പൂപ്പൻ ഏകനായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. ഇവിടെ ഇരുന്ന് അപ്പൂപ്പൻ ഇങ്ങനെ സദാനാമം ജപിക്കും. പക്ഷെ ഇന്ന് എനിക്കൊരു കുടുംബമുണ്ട് മക്കളെ പ്രാർത്ഥിക്കാൻ. അപ്പൂപ്പൻ പറയാ എന്നോട്, ഒരു കുടുംബമുണ്ട് മക്കളെ എനിക്ക് പ്രാർത്ഥിക്കാൻ. എനിക്ക് ആരാ അപ്പൂപ്പ? എന്റെ മക്കളുടെ മഞ്ജരീസ് കുടുംബം. ഞാൻ പോലും കാണാതെ എന്റെ മക്കളുടെ കയ്യിൽ എനിക്ക് കാശ് കൊടുത്തു വിട്ടില്ലേ, ഭക്ഷണം വാങ്ങിച്ചു തന്നില്ലേ മക്കളെ? ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും മക്കളെ. ശ്രീരാമ ജയം. ഇതാണ് ഈശ്വരൻ നൽകുന്ന സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി എവിടെയോ ഇരുന്ന് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയേക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല, ഒരു കാര്യവും ഇല്ല. മനസ്സിലായില്ലേ? ഒന്നുമില്ല. നമ്മൾക്ക് നേരെ വലിയൊരു പാറ വന്ന് വീഴുമ്പോൾ ചിലപ്പം ഈ പ്രാർത്ഥനകളായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, രക്ഷിക്കുന്നത്. നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന കോടാനുകോടി രൂപകളോ നമ്മുടെ ശരീരത്തണിയുന്ന ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒന്നും നമുക്ക് രക്ഷയായിട്ട് എത്തില്ല. പക്ഷെ അപരന്റെ രൂപത്തിൽ ഈശ്വരൻ നമ്മളെ സഹായിക്കാൻ എത്തും. എന്തുകൊണ്ട്? നമ്മളെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ. ഇതിനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ധാർമ്മികതയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഈ ധർമ്മത്തിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ സത്യം പറഞ്ഞിട്ടും ധർമ്മം ചെയ്തിട്ടും നമ്മൾ ഒറ്റപ്പെട്ടോട്ടെ, വിഷമിച്ചോട്ടെ, കരഞ്ഞോട്ടെ, നമ്മളെ ചേർത്ത് പിടിച്ചവര് നമ്മളെ വേദനിപ്പിച്ചോട്ടെ, നമ്മൾ അതിൽ തളരരുത്. കാരണം എന്താണെന്നറിയോ? ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. ആരൊക്കെ ഈ ലോകത്ത് നമ്മളെ ഉപേക്ഷിച്ചാലും ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ കലിയുഗത്തിലും ഓരോ ദിവസങ്ങൾ താണ്ടി നമ്മൾ ജീവിക്കുന്നതും അനേകായിരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്നിങ്ങനെ കടന്നു പോകുന്നത് ഈശ്വരൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കാരുണ്യമാണ്, അമ്മയുടെ കാരുണ്യമാണ്. അത് നമ്മൾ മറക്കരുത്. നമ്മൾ ഒരിക്കലും തളരരുത് പ്രശ്നങ്ങളിൽ. ഞാൻ രാവിലെ പ്രഭാത മഞ്ജരിയിൽ കോട്സ് ഇട്ടിരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആ വാക്കുകൾ വെറുതെ വായിച്ചു പോവരുത്. വായിച്ച് ഹൃദയസ്ഥമാക്കി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ജീവിത പങ്കാളിയിൽ നിന്നോ, നമ്മൾ ജന്മം നൽകിയ മക്കളിൽ നിന്നോ, നമുക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരിൽ നിന്നോ, നമ്മുടെ കൂട്ടുകാരിൽ നിന്നോ ഒന്നും ചിലപ്പം നമ്മളൊരു സമാധാനം ആഗ്രഹിച്ചാൽ കിട്ടില്ല, ഒരു അംഗീകാരം ആഗ്രഹിച്ചാൽ കിട്ടില്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടില്ല. പക്ഷെ നമ്മൾ പോലും അറിയാത്ത വ്യക്തികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അവർ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈശ്വരൻ അത് കേൾക്കും. കാരണം എപ്പോഴാ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാന്ന് പറയുന്നത്? നമ്മളോടൊരു സ്നേഹം ഉണ്ടാവുമ്പോ അല്ലെ? നമ്മൾ അവർക്ക് മുമ്പിൽ ഒരു ധാർമ്മികതയുടെ രൂപത്തിൽ നിൽക്കുമ്പോൾ ഇതാണ് നമ്മൾ ചേർത്ത് വെക്കേണ്ട സമ്പാദ്യം.
ഈ സമ്പത്ത്. കാരണം ഇനി മുന്നോട്ട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന സമയമാണ്, രോഗാരിഷ്ടതകൾ നമ്മളെ കാത്തിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ ചേർത്ത് വെച്ച പണം മതിയാവില്ല, നമ്മൾ വളച്ചു കെട്ടിയ മതിലുകൾ കൊണ്ടുണ്ടാക്കിയ കൂടാരം മതിയാവില്ല, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പൊസിഷൻ മതിയാവില്ല നമ്മൾ രക്ഷപ്പെടാൻ. നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ചെയ്യുന്ന ധാർമ്മികത. ആ ധാർമ്മികത കാണേണ്ടവൻ കണ്ടോളും, അറിയേണ്ടവൻ അറിഞ്ഞുകൊള്ളും, അവരതിനുള്ള ഉത്തരവും തന്നുകൊള്ളും. മനസ്സിലായില്ലേ? അപ്പോ ധർമ്മം അനുഷ്ഠിക്കാത്തത് ആരാണോ, അധർമ്മികളാണോ, അവർ പാപികളാണെന്നാണ് പറയുന്നത്. ധർമ്മം അനുസരിച്ച് നടക്കുന്നവർ തങ്ങളിൽ കുറ്റമുള്ളതായി കാണുകയില്ല. നമ്മളൊരു ധർമ്മത്തിന്റെ ബാധയിലാണ് ജീവിക്കുന്നെങ്കിൽ നമ്മൾ എന്താ പറയാ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഭഗവാനെ, എന്നിട്ടും ഞാൻ അനുഭവിക്കുന്നത് നോക്കൂ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല, ഞാൻ എനിക്കില്ലെങ്കിലും മറ്റുള്ളവരെ ഊട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ മറ്റുള്ളവരെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മളിൽ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് അത്രയും വേദന ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നിറയോ? ഒരിക്കലും ഇല്ല. നമ്മുടെ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ട് നമ്മൾ തെറ്റുകാരായി ചിത്രീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് അല്ലെ? സത്യമാണ് പ്രധാനമായ ധർമ്മം എന്ന് പറയുന്നുണ്ട്. ഇന്നും എന്റെ ബാഗ് ഒന്ന് എടുത്തിട്ടോ, റോസ് കളർ. ഞാൻ ചൊല്ലുന്ന നാമത്തില് ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ വളരെ എന്റെ ഹൃദയത്തെ എന്നും പിടിച്ചു കുലുക്കുന്ന ഒരു ലൈനാണ്. ഞാൻ എന്നും അമ്മയ്ക്ക് മുമ്പിൽ അത് ചൊല്ലാറുണ്ട്. അപ്പോ സത്യമാണ് പ്രധാനമായ ധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ആ ധർമ്മം നമ്മൾ തിരിച്ചറിയണം. മനസ്സിലാവുന്നുണ്ടോ? സത്യവാക്കാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, സത്യത്തിന്റെ വാക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ആ സത്യത്തിന്റെ വാക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. നമ്മള് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നമ്മളെ ഈശ്വരൻ കൈവിടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ആ ഒരു ലൈൻ എന്ന് പറയുന്നത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന 1-2 ലൈൻസ് ആണ്. പക്ഷെ പഴയ ബുക്കായി പോയി, അതിന്റെ വർഷങ്ങളായിട്ടുള്ള ബുക്കായതുകൊണ്ട് കുറെ പഴയതായത്. എന്നാലും ഞാനിങ്ങനെ വർഷങ്ങളായി കൊണ്ടുനടക്കുകയാണ് അമ്മയ്ക്ക് ചൊല്ലിക്കൊടുക്കാൻ. ഇതിൽ 2-3 ലൈൻസ് ഉണ്ട്. ഏതാണെന്നറിയോ? ഇത് ഒന്ന് ഈ ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഏതുവിധം നിന്നെ ചിന്തിക്കണമെന്നും ഏതുവിധം വിശ്വസിച്ചിടണം, ബോധിച്ചിടാനുള്ള കാലം വൃഥാ പോയി, ഖേദമുണ്ടമ്മേ ക്ഷമിക്കണേ നീ. ഏത് രീതിയിൽ അമ്മയെ നമ്മൾ ചിന്തിക്കണമെന്നും ഏത് രീതിയിൽ വിശ്വസിക്കണമെന്നും അറിയാനുള്ള കാലം വെറുതെ നമ്മൾ കളഞ്ഞു ഇല്ലേ? ഖേദമുണ്ടമ്മയെ ക്ഷമിക്കണേന്ന്. മനസ്സിലായില്ലേ? അയ്യോ എൻ്റെ അമ്മേ നീ എന്നെ വെടിയല്ലേ, ശയ്യക്കടിമയാക്കിടരുതേ. അയ്യോ അമ്മേ നീ എന്നെ കൈവിടല്ലേ, എന്നെ കിടപ്പിലാക്കല്ലേ. ഈ ഏഴയെ നീ കൈവിട്ടാൽ അതെന്നുടെ ഈയുള്ള ജന്മം അശുഭമായി പോകും അല്ലെ? അമ്മ ദേവി ഭഗവാൻ നമ്മളെ കൈവിട്ടാൽ ഈ ജന്മമേ അശുഭമായി പോകും എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഒന്നിലുമില്ലെനിക്കാശയം എൻ്റെ അമ്മേ നിന്ദന്യ പാദങ്ങൾ എന്നും കാണാൻ, ഒന്നു തന്നെ കൊതിയുള്ളതു സാധിപ്പാൻ എന്നിൽ കൃപാമൃതം വർഷിക്കണേ. ഒന്നിലും എനിക്ക് ആശയില്ലമ്മേ, നിന്റെ ധന്യപാദങ്ങൾ എന്നും കാണാൻ അത് മാത്രമാണ് കൊതിയുള്ളത്. ആ ഒരു അനുഗ്രഹം എൻ്റെ ഉള്ളില് കൊണ്ടുവരണേ, തരണേ. ഓതുന്നതെന്തിനു ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓതാതെ എല്ലാം അറിയുന്നില്ലേ, സാധുജനമന സംസ്ഥിതേ മംഗലെ ബോധിച്ചു വാഴ്ത്താൻ തുണച്ചിടണേ. നമ്മൾ എന്തിന് ഈശ്വരന്റെ മുമ്പിൽ പോയി നമ്മുടെ കാര്യങ്ങൾ പറയണം? അതിന്റെ ആവശ്യം എന്ത്? ഓതാതെ എല്ലാം നീ അറിയുന്നില്ലേ എന്നാ പറയുന്നത് അല്ലേ? നമ്മൾ പറയാതെ നമ്മുടെ ഭഗവാൻ ദേവി എല്ലാം അറിയുന്നില്ലേ? അടുത്തത് ചിന്തിച്ചു നോക്കണം. അടുത്ത ഒരു ലൈന് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ലൈനാണ്, ഞാൻ പറഞ്ഞുതരാം. ഒറ്റപ്പെട്ടു ഞാൻ എത്ര നാൾ ജീവിക്കും, കുറ്റക്കാരനായുറ്റവർക്കെല്ലാം ഞാൻ. ഒറ്റപ്പെട്ടുകൊണ്ട് ഞാൻ എത്ര നാൾ ജീവിക്കും? ഞാൻ കുറ്റവർക്കെല്ലാം ഞാൻ കുറ്റക്കാരിയായി മാറി. കുറ്റമെന്തു ഞാൻ ചെയ്തതെന്നറിഞ്ഞില്ല, തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? കുറ്റം എന്താണ് നമ്മൾ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞൂടാ, തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഓതിയിടുന്നു ഞാൻ സങ്കടം തീരുവാൻ ഭൂതനായിനി നിന്നുടെ നാമങ്ങൾ, ആദിവ്യാധി പ്രശമന്നെ നീ എന്നെ ഭീതി കൂടാതിരിക്കാൻ തുണയ്ക്കണമേ. ഞാന് എന്റെ സങ്കടം തീരാനാണ് ഭൂതദായിനി നിന്നോട് നിന്റെ നാമങ്ങളെല്ലാം ചൊല്ലുന്നത്. ആദിവ്യാധി ഇതെല്ലാം തീർത്ത് പേടി കൂടാതെ ഇരിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണേ.
ഔദാര്യമുള്ള ബന്ധുക്കളുമില്ല, ഭീതി കൂടാതിരിക്കാൻ ഇടവുമില്ല. ഔദാര്യമുള്ള ഒരു ബന്ധുക്കൾ പോലും നമുക്ക് ചുറ്റിലുമില്ല. ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി കാലാകാലം നമ്മളെ നോക്കാനുള്ള ഔദാര്യമുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടോ? ഇല്ല. പേടി കൂടാതിരിക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട്. സ്വന്തം വീട് പോലും നമുക്ക് സേഫ് അല്ല. ആലോചിച്ച് നോക്കണം. ഒരു വഴക്കിന്റെ പുറത്ത് ഭർത്താക്കന്മാരാണെങ്കിലും കൊന്നുകളയും, ഭാര്യമാരാണെങ്കിലും എന്തൊക്കെ ചെയ്യുന്ന ആലോചിച്ച് നോക്കണം. അപ്പൊ പേടി കൂടാതിരിക്കാൻ നമുക്കൊരു സൗകര്യമുള്ള സ്ഥലം പോലുമില്ല. ഭീതിതനാക്കാൻ ഉണ്ടേറെ ഒരുപാട് പേർ. നീ തന്നെ പരമേശ്വരി ആശ്രയം എന്നാ പറയുന്നത്. നീ തന്നെയാണ് ഈശ്വരി എനിക്ക് ആശ്രയം. അപ്പൊ പറയുന്നു, അംബികെ സകലേശ്വരി ശ്രീദേവി അംബുജാക്ഷി പരബ്രഹ്മസ്വരൂപിണി, നിൻ പാദാംബുജം ആശ്രയിക്കുന്നു മേ തമ്പുരാട്ടി കാരുണ്യം തരൂ. ആലോചിച്ചു. അംബികയോട് ചോദിക്കാണ്, ദേവിയോട് ചോദിക്കാണ്. എന്നിട്ടോ, തെറ്റുകളെല്ലാം അമ്മ പൊറുക്കണമേ, കുറ്റമായി കരുതാതെ ഇരിക്കണമേ, അറ്റമില്ലാത്ത തെറ്റുകൾ ചെയ്താലും പെറ്റമ്മയ്ക്ക് അവ കുറ്റമായി തീരുമോ. ജന്മം നൽകിയ അമ്മയ്ക്ക് നമ്മൾ അറ്റമില്ലാത്ത തെറ്റുകൾ ചെയ്തു പോയാലും, അറിയാതെ ചെയ്തു പോയാലും അതൊന്നും പെറ്റമ്മയ്ക്ക് ഒരു കുറ്റമല്ല. ആണോ? ഭഗവാൻ നമ്മള് എത്രയോ ജന്മങ്ങൾ എടുത്ത് തെറ്റുകൾ ചെയ്യുമ്പോഴും ഭഗവാൻ നമ്മളോട് പൊറുക്കുന്നില്ലേ? ആ ഗുരുവായൂർ നടയിൽ നമ്മളെ എത്തിക്കുന്നില്ലേ? ഭഗവാന്റെ ദർശനം നമുക്ക് തരുന്നില്ലേ? ദേവിയുടെ ആ ഒരു ദീപസ്തംഭം കാണാനുള്ള അനുഗ്രഹം തരുന്നില്ലേ? അതിനേക്കാൾ വലിയ കാരുണ്യം നമുക്ക് എന്താ വേണ്ടത്? അത് കാണാൻ വേണ്ടി നമുക്ക് കാഴ്ച തന്നില്ലേ? അമ്മയുടെ കീർത്തനങ്ങൾ ചൊല്ലാൻ നാവുകൾ തന്നില്ലേ? ഭഗവാന്റെ നാമം ഉരുവിടാൻ നാവ് തന്നില്ലേ? അവിടുത്തെ കഥകൾ കേൾക്കാനുള്ള അനുഗ്രഹം തന്നില്ലേ? കാത് തന്നില്ലേ? ഇതിലും വലിയ അനുഗ്രഹം എന്താ നമ്മൾ ഈ ജന്മത്തിൽ ചോദിക്കേണ്ടത്? ഒന്നും ചോദിക്കേണ്ട എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈശ്വരനെ അറിയുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. ആ ധാർമ്മികതയാണ് നമുക്ക് അനുഗ്രഹമായി മാറുന്നതും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സത്യത്തിനേക്കാൾ മുകളിലായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാറ്റിനെയും നിലനിർത്തുന്നത് എന്താണ്? സത്യമാണ്. എല്ലാം സത്യത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അന്യന്റെ മുതൽ നമ്മൾ അപഹരിക്കാൻ പാടില്ല. ഇത് സനാതനമായിരിക്കുന്ന ഒരു ധർമ്മമാണ്. മറ്റുള്ള ഒരാളുടെ വസ്തു നമ്മൾ ഒരിക്കലും കട്ടെടുക്കരുത്, മോഷ്ടിക്കരുത്. ഇത് സനാതനമായിരിക്കുന്ന ഒരു ധർമ്മമാണ്. എപ്പോഴാണോ അന്യന്റെ മുതൽ നമ്മൾ അപഹരിക്കുന്നത്, കട്ടെടുക്കുന്നത്, ആ വ്യക്തിയെ ഭഗവാൻ കൊടുക്കുന്നത് ചെറിയ ശിക്ഷയായിരിക്കില്ല. ഒരു മിനിറ്റ് കേട്ടോ. നമസ്തേ, പറയൂ മാതാജി. ആണല്ലേ സർ, ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം. അതാണ് ഞാൻ സാറിന്റെ കോൾ അറ്റൻഡ് ചെയ്യാത്തത്. ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ അങ്ങേ വിളിച്ച് റൂം ബുക്ക് ചെയ്ത് തരട്ടെ? ക്ഷമിക്കണം സർ, 4 പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കാത്തത് ലൈവ് ക്ലാസ് നടക്കുന്നതുകൊണ്ടാണ്. കണ്ടിന്യൂസ് വിളിച്ചപ്പോഴാണ് എടുത്തത് കേട്ടോ. ഇത് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം സർ. നമസ്തേ. താങ്ക് യു. കണ്ടിന്യൂസ് കോൾ വന്നപ്പോൾ ഞാൻ കരുതി ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും പെട്ടുപോയിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും വിളിക്കുകയാണെന്ന്, റൂം ബുക്ക് ചെയ്യാണ്. അവർക്കറിയില്ലല്ലോ നമ്മൾ ക്ലാസ് നടക്കുകയാണ്. അപ്പോ നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ അപഹരിക്കാൻ പാടില്ല. ഇത് സനാതനമായിരിക്കുന്ന ധർമ്മമാണ്. ചിലർ വിചാരിക്കുന്നുണ്ട് ധർമ്മം ദുർബലന്മാർക്കുള്ളതാണ് എന്ന്. ഒരിക്കലും അല്ല. ധർമ്മം ദുർബലന്മാർക്കുള്ളതല്ല, ശക്തിയുള്ളവർക്കാണ് ധർമ്മമുള്ളത്. അധർമ്മമാണ് ദുർബലന്മാർക്കുള്ളത്. തെറ്റ് ചെയ്തത് അസുരന്മാരാണ്, ദാനവന്മാരാണ്. ഈശ്വരനെ സ്മരിക്കുന്ന, ഈശ്വരനെ വിശ്വസിക്കുന്ന, ഈശ്വരനെ ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തുന്ന വ്യക്തി ആരായാലും ആ വ്യക്തിയിൽ നിലകൊള്ളേണ്ടത് സത്യവും ധർമ്മവും മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോ ദൈവഗത്യാ പ്രഭുക്കന്മാർ ദുർബലന്മാരാകുമ്പോൾ അവർക്ക് ആ അഭിപ്രായം ശരിയല്ല എന്ന് ബോധ്യപ്പെടും. നമ്മള് ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ധർമ്മത്തെ എപ്പോഴും മുറുകെ പിടിക്കും, സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും. ഏത് സാഹചര്യത്തിലും ആ വ്യക്തി അസത്യത്തിന്റെ പാതയിൽ, അധർമ്മത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകില്ല. കാലഗതിയിൽ എന്നും ഒരാൾക്ക് ധനികനായോ ദരിദ്രനായോ ബലവാനായോ ദുർബലനായോ ഇരിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ലോകത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ എല്ലാ കാലത്തും ഒരാൾ പണക്കാരനാവില്ല, എല്ലാ കാലത്തും ഒരാൾ ശക്തിയുള്ള ഒരാളായി മാറില്ല. മനസ്സിലായില്ലേ? എല്ലാ കാലത്തും ഒരാൾ ദരിദ്രനായിരിക്കില്ല, എല്ലാ കാലത്തും ഒരാൾ എന്താണ് സമ്പത്തുള്ള വ്യക്തിയുമാവില്ല. കഴിഞ്ഞ കുറച്ച് ഈ മൂകാംബിക യാത്രയിൽ ഒരു ദിവസം എനിക്ക് ഒരുപാട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ദിവ്യമാതാജിക്ക് അതറിയാം. ഞാനിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഏകാദശി വന്നു. അപ്പൊ ഏകാദശി വന്നപ്പോ ബിന്ദു അമ്മയുടെ ഈ തുരുതുരുപ്പ് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ചെയ്യരുത് എന്ന് പറയുന്നതേ ചെയ്യൂ, എന്ത് ചെയ്യണം എന്ന് പറയുന്നു അത് ചെയ്യില്ല. പോട്ടെ, അത് അവരുടെ ഒരു ജീവിത സാഹചര്യം കൊണ്ടുണ്ടായത്. എന്താ ഇതിനൊരു സൊല്യൂഷൻ ആലോചിച്ച് എനിക്കങ്ങ് വട്ട് പിടിച്ചു എന്നുള്ളതാണ്.
അപ്പൊ അതിന്റെ തലേ ദിവസം ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ച് ഭക്ഷണം എടുത്ത് ഇവരങ്ങ് കളഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഭക്ഷണത്തിന്റെ വില അറിയില്ല അല്ലേ, ഒരു കാലത്ത് ഇതിനു വേണ്ടിയല്ലേ എന്നുന്നത് എന്നും പറഞ്ഞ് കുറച്ച് വഴക്ക് പറഞ്ഞു. നന്നായിട്ട് തന്നെ വഴക്ക് പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഭക്ഷണം തരൂല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായി. ഇപ്പൊ ദിവ്യ മാതാജി ഇങ്ങനെ പിന്നാലെ നടന്ന് റിക്വസ്റ്റ് ചെയ്യണം, അയ്യോ മാതാജി അങ്ങനെ ചെയ്യരുത്, കൊടുക്കണം മാതാജി, ഭക്ഷണത്തിന്റെ വില അവർക്ക് അറിയാം മാതാജി, പോട്ടെ മാതാജി, ക്ഷമിക്കും മാതാജി. ദിവ്യ മാതാജിയോട് ഞാൻ പറഞ്ഞു, നിനക്കും പട്ടിണി കിടക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ ഇല്ല മാതാജി, എനിക്ക് തല കറങ്ങും. അവർക്ക് വയ്യ, അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ദിവ്യ മാതാജിക്ക്. ചില സമയത്ത് കുഴഞ്ഞു പോകും അവര്, ചില കുറെ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യപരമായിട്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു കണ്ണിൽ കൊണ്ടു നടക്കേണ്ട ഒരു വ്യക്തിയാണത്. അവരങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. എന്നാലും പാവം കുറെ വെയിറ്റ് എടുക്കുകയൊക്കെ ചെയ്യാൻ എനിക്ക് വലിയ സഹായമാണ്. ഈ ഹേർട്ടിലൊക്കെ ഇപ്പം പറയാൻ പാടില്ല, എന്നാലും ടു ബി ഫ്രാങ്ക്ലി ഞാൻ പറയണം, അവരുടെ ഹസ്ബൻഡ് ആയിട്ട് പ്രശ്നങ്ങളൊക്കെ അവർ ഒരുപാട് ഇങ്ങനെ കുനിച്ച് നിർത്തി ഇടിച്ച് ഈ ഭാഗം മുഴുവൻ അതിന് പോയി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഇതില് ഹാർട്ട് സംബന്ധമായിട്ട് ഇപ്പുറത്തൊക്കെ അവർക്ക് ഒരുപാട് അസുഖമുള്ളൊരു സ്ത്രീയാണ്. അപ്പൊ അവര് പെട്ടെന്ന് ഇങ്ങനെ തളർന്നു പോകും, വിയർത്ത് ഇങ്ങനെ തളർന്നിരുന്നു പോകും. അപ്പൊ തന്നെ നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്താലാണ് അവർക്കൊന്ന് വേക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് കാരണം ഭക്ഷണമൊന്നും അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ബിന്ദു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യണം എന്നോട്, മാതാജി പട്ടിണിക്കിടരുത് മാതാജി, പോട്ടെ മാതാജി, അവർ കളഞ്ഞു, അത് തെറ്റാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു മാതാജി, പട്ടിണിക്കിടല്ലേ പ്ലീസ് മാതാജി. ഞാൻ നാളെ അവർ പട്ടിണിയാണ്, ഉറപ്പായിട്ട് അവർ പട്ടിണിയാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ ഏകാദശിയാണ്. അപ്പൊ എന്റെ മൈൻഡിൽ എന്താണ്, നിങ്ങൾ ചോറല്ലേ കളഞ്ഞത്, തരില്ല ഞാൻ ചോറ്. ഇപ്പൊ ബിന്ദു അമ്മയുടെ മുഖമൊക്കെ അങ്ങ് മാറി, അയ്യോ ഭക്ഷണം കിട്ടില്ല ഇനി എനിക്ക്. പിറ്റേ ദിവസമായി ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞാൻ ഇന്ന് ഏകാദശി എടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവിയോടും പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ പറഞ്ഞു, ദിവ്യ മാതാജി എടുക്കുന്നുണ്ട് ഏകാദശി എന്ന് വെച്ചു. ഇല്ലേ മാതാജി, കാരണം അന്ന് മാതാജിക്ക് എടുക്കാൻ പറ്റാത്ത ദിവസമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ബിന്ദുമ്മയെ അവിടെ ഇരുത്തി. അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക, ബിന്ദുമ്മയുടെ മുഖമൊക്കെ അങ്ങ് മാറി വൈകുന്നേരമായി. ബിന്ദുമ്മയ്ക്ക് ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തലകറങ്ങുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല. ഞാൻ ഒരു കുഴപ്പമില്ലേ, കുറച്ച് വിശപ്പുണ്ട്. ഞാൻ പറഞ്ഞു വാ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടേ നേരെ ഇളനീര് മേടിച്ചു കൊടുത്തു. ഇളനീരും ജ്യൂസും ഒക്കെ മേടിച്ചു കൊടുത്ത് ഇപ്പോഴും റൂമിൽ വന്നിങ്ങനെ ഇരിപ്പാ, അമ്പിളിക്കൂട്ടാ ഞാൻ ഇനി ഭക്ഷണം കളയില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഇഷ്ടം പോലെ കളഞ്ഞോ, ചോറല്ലേ കളഞ്ഞത്, മേടിച്ചു തരൂലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായി രാവിലെ ദിവ്യമാതാജി ഭയങ്കര സങ്കടമായി. ഞാൻ ദിവ്യമാതാജിയോട് പറഞ്ഞു, ഞാൻ എങ്ങാണ്ട് ഉറങ്ങിയാല് നീയറ്റ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുത്തത് ഞാൻ കണ്ട, ദിവ്യ നീ പിന്നെ മഞ്ചരീസിൽ ഉണ്ടാവില്ല എന്നോ. ദിവ്യമാതാജി ഇരിക്കുക, എന്ത് ചെയ്യും. അങ്ങനെ ഞാൻ വായനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി. ഇവരും കിടന്നുറങ്ങി. ഞാൻ രാത്രി ഇവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് കിടന്ന് കുറേ നേരം. പിറ്റേ ദിവസം രാവിലെയായി. 5:30 മണിക്ക് ദിവ്യമാതാജി അമ്മ അവർക്ക് ഭക്ഷണം, ഞാൻ പറഞ്ഞു നീ നിന്റെ കാര്യം നോക്കുന്നു പറഞ്ഞു. പാരണ സമയമായി. ഞാൻ ബിന്ദുമ്മയ്ക്ക് കൊണ്ടുപോയി കഞ്ഞി മേടിച്ചു കൊടുത്തു, കഴിച്ചു. ഞാൻ എങ്ങനെയുണ്ട്, നല്ലതാ അമ്പിളിക്കൂട്ടാ, എൻ്റെ വിശപ്പ് മാറി, സമാധാനമായി. ഞാൻ പറഞ്ഞു, ബിന്ദുമ്മ ഒരു ഏകാദശി എടുത്തു, നിങ്ങളെ കൊണ്ട് ഞാൻ ഏകാദശി എടുപ്പിച്ചതാണ്, വേറെ മാർഗമില്ല നിങ്ങളെ നന്നാക്കാൻ, അതുകൊണ്ട് ഏകാദശി എടുപ്പിച്ചതാന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അന്ന് ആ ദീപസ്തംഭത്തിന്റെ ചോട്ടിൽ നിന്ന്, കാരണം ഞാൻ ഏകാദശി എടുക്കാൻ പറഞ്ഞാൽ എടുക്കില്ല, അപ്പൊ എന്തായി, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഏകാദശി ഞാൻ എടുപ്പിച്ച്. അന്ന് ആ ദീപസ്തംഭത്തിന്റെ താഴെ നിന്ന് ബിന്ദുമ്മ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടു. എന്തായിരിക്കും ആവശ്യപ്പെട്ടത്? അപ്പൊ ആ ഒരു ഒറ്റ ഏകാദശി കൊണ്ടുള്ള പവറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായിരിക്കും ബിന്ദുമ്മ ആവശ്യപ്പെട്ടത്? ദിവ്യ മാതാജി പറയരുത്, വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റും. എന്തായിരിക്കും ആവശ്യപ്പെട്ടത്? ഞാൻ നോക്കട്ടെ എത്ര പേര് പറയുമെന്ന്. ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടു. പാരണ വീട്ടി കൊടിമരത്തിന്റെ ചോട്ടിൽ നിന്നപ്പം ബിന്ദുമ്മ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് ഒഴുകാണ്. എന്നെ കൊടിമരത്തിന്റെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചു, അമ്പിളിക്കുട്ടാന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വേറെ വഴിയില്ല നന്നാക്കാൻ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വഴി നോക്കിയത്, ഏകാദശിയിലൂടെങ്കിലും മാറുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ സെക്കൻഡ് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. എന്തായിരിക്കും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക? ആർക്കറിയില്ല. അതും നമ്മുടെ മഹാഭാരതമായിട്ട് ബന്ധമുണ്ട്, ഗീതയുമായിട്ട് ബന്ധമുണ്ട്, ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്. എന്തായിരിക്കും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക? ദിവ്യ മാതാജി പറയരുത്. മോളെ കാണണമെന്ന് അല്ല,
അത് ഞാൻ ബിന്ദുമ്മേനെ എത്ര വഴക്ക് പറഞ്ഞാലും ബിന്ദുമ്മ പറയും എനിക്ക് എന്റെ അമ്പിളിക്കുട്ടനെ മോളെന്ന് പറയും. ഞങ്ങൾ അമ്മി ഭയങ്കര സ്റ്റണ്ടും അടിയും പിടിയും ഒക്കെ നടക്കും. എന്നാൽ അടുത്ത നിമിഷം ഞങ്ങൾ അമ്മി ക്ലോസ് ആവും. എന്തായിരിക്കും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക? അതെ, ഇനി എല്ലാ ഏകാദശിന്റെ തലേന്നും ഞങ്ങൾ തമ്മിൽ ഒരു അടി ഉണ്ടാവും. എന്നിട്ട് ബിന്ദുമ്മയെ കൊണ്ട് ഏകാദശി എടുപ്പിക്കും. എല്ലാ ഏകാദശിയും എടുക്കുമെന്ന് അല്ല, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭഗവാൻ സഡൻലി എന്താ പറയാ, ആ ഒരു അനുഗ്രഹം കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായിരിക്കും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക? ഇനിയും ഏകാദശി എടുക്കണമെന്നാണോ? അല്ല, ബിന്ദു അമ്മ ആവശ്യപ്പെട്ടത് അമ്പിളിക്കുട്ട എനിക്കൊരു കാര്യം വാങ്ങിച്ചു തരൂ. ഞാൻ എന്താണ് ഈ ദിവ്യ മാതാജിയും അമ്പിളിക്കൂട്ടനും ഒക്കെ കയ്യിൽ വെച്ച ഈ സാധനം ഇല്ല, ഒന്ന് പൊക്കി കാണിച്ചേ ബിന്ദമ്മേ. കാണിക്കൂ, കാണിക്കൂ, ഇങ്ങോട്ട് വന്ന് കാണിക്കേ, ഇങ്ങോട്ട് വന്ന് കാണിക്കേ, കുറച്ചിങ്ങോട്ട്, ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇതാണ് എന്നോട് ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഇതിൽ എത്ര ജപിച്ചു ഇപ്പം? 335. 335. എന്താ ജപിക്കുന്നേ? ഹരേ കൃഷ്ണ. ഒന്ന് പറഞ്ഞേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അമ്മേ നാരായണ ദേവി നാഥ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഭഗവാൻ ആ സെക്കൻഡ് ജപിക്കാനുള്ള ഒരു മൈൻഡ് കൊടുത്തു എന്നുള്ളതാണ് ഒരൊറ്റ ഏകാദശി കൊണ്ട്. അതേ പിന്നെ ബാക്കി ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ ഇല്ല, ജപിക്കാൻ. അമ്പിളിക്കുട്ടാ എനിക്ക് അത് പറഞ്ഞ് മേടിച്ചിരുന്നു. അങ്ങനെ അന്ന് തന്നെ കൊണ്ടുപോയി ഞാനത് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ജപമാ. ഇരുന്നാലും കിടന്നാലും. ഇന്ന് വെളുപ്പിനെ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാമോ, മിഡിൽ ബർത്തിലാ ബിന്ദുമ്മ കിടക്കുന്നത്, അപ്പർ ബർത്തിൽ ഞാൻ കിടക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ബിന്ദുമ്മ മലർന്ന് കിടക്കുക, എന്നിട്ട് കയ്യിൽ പിടിച്ചിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു കിടന്നുറങ്ങ ബിന്ദമ്മ, ഉറക്കം വരുന്നില്ല അമ്പിളിക്കുട്ടാ, അതുകൊണ്ട് ഞാൻ ജപിക്കുകയാണ്. സീരിയസ്ലി, ഞാൻ കിച്ചുവിന്റെ മുന്നിൽ നിന്നല്ലേ പറയുന്നത്. ജപിക്കാൻ ഒരു മനുഷ്യന് ഭഗവാൻ അനുഗ്രഹം കൊടുക്കണമെങ്കിൽ അതിനോളം ശക്തി വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. ഞാൻ ഓടി ചെന്ന ബിന്ദുമ്മയെ അങ്ങ് കെട്ടിപ്പിടിച്ച ആ ദീപസ്തംഭത്തിന് ഞാൻ പറഞ്ഞു, പട്ടിണി കിടത്തിയതല്ല കേട്ടോ, അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഞാൻ കഴിക്കുന്നത് എന്തും നിങ്ങൾക്ക് വാങ്ങിച്ചു തരാറുണ്ട് ഇല്ലേ? ചില കാര്യങ്ങൾ പനീർ പോലത്തുള്ള തരില്ല, കാരണം ബിന്ദമ്മയുടെ വയറ് ശരിയല്ല. പക്ഷേ ഒരു ഏകാദശി എടുപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് യഥാവിധി ശ്രീല പ്രഭുപാജി പറഞ്ഞ പോലെ എടുപ്പിക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എടുപ്പിച്ചതാണ്. പക്ഷെ ആ ഒരൊറ്റ ഏകാദശി കൊണ്ട് ആള് ക്ലിക്കർ കയ്യിലാക്കി. ചിന്തിച്ചോ? അപ്പം സത്യം മാതാജി ഭയങ്കര അതിശയാണത്. ഭഗവാൻ ഒരാൾക്ക് ജപിക്കാൻ, ഭഗവാന്റെ നാമം ജപിക്കാൻ ഒരു മൈൻഡ് കൊടുക്കണമെങ്കിൽ അത് ചെറിയ കാര്യമൊന്നല്ല. സത്യം, ഇത്ര നാള് കൂടുതലായിട്ട് ഞാൻ പിടിച്ചിരുത്തി ജപിപ്പിച്ചാലും ഇരുന്ന് ഉറങ്ങുക ചെയ്യാം. പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്ലാസ് എടുക്കാനിരിക്കുന്ന ബിന്ദുമ്മ ക്ലിക്കറും കൊണ്ട് പുറത്തു പോയി. എനിക്കറിയാം പുറത്ത് നടന്ന് ജപിക്കായിരിക്കുന്നു. ഞാൻ പറഞ്ഞു കൊതുകുണ്ട്, ഇവിടെ വന്നിരുന്ന് ജപിക്കാൻ പറഞ്ഞു. അപ്പൊ ജപത്തിന്റെ ശക്തി വളരെയാണ്, വളരെ വളരെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ജപത്തിന്റെ ശക്തി. ഏകാദശിക്കും ആ ശക്തി തന്നെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരാളെ ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അതിൽ നിന്ന് ഭഗവാൻ പുറത്തു കൊണ്ടുവരും ഒറ്റ ഏകാദശി കൊണ്ട്. വെറുതെ ഒരു സംഭവമേ അല്ല ഏകാദശി. കോടിക്കോടി ജന്മങ്ങളുടെ പാപങ്ങൾ പോലും ഒരൊറ്റ ഏകാദശി കൊണ്ട് ഭഗവാൻ പുറത്തു കൊണ്ടുവരും. ക്ലിയർ? അപ്പൊ ഏകാദശിക്ക് വലിയൊരു ധാർമ്മികതയുണ്ട്, സത്യമുണ്ട്. അപ്പൊ എന്താ പറയുന്നത്, കാലഗതിയിൽ എന്നും ഒരാൾക്ക് പണമുള്ളവനായിട്ടോ എന്താ പറയാ പണം ഇല്ലാത്തവനായിട്ടോ ജീവിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു മാറ്റം വരും. ഇന്ന് പൈസ ഇല്ല എന്നോർത്ത് ദുഃഖിക്കേണ്ട. നാളെ ഭഗവാൻ ആ മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കും, ഉറപ്പായിട്ടും അനുഗ്രഹിക്കും. നമ്മൾ ഇന്ന് രോഗത്തിലാണെങ്കിൽ ഭഗവാൻ ആ രോഗത്തിൽ നിന്ന് നമ്മളെ മുക്തരാക്കും, യാതൊരു സംശയവും ഇല്ല. ധർമ്മം എല്ലാ മനുഷ്യർക്കും എന്നത്തേക്കുമായിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അയ്യോ, ഞാൻ കിച്ചൂട്ടനെ എന്നും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക പതിവ്. അപ്പോ എല്ലാ മനുഷ്യർക്കും ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ ശക്തിയാണ്. സത്യവാന്മാരായിരിക്കുന്ന ധർമ്മിഷ്ഠന്മാർക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. സത്യത്തിന്റെ പാതയിലാണോ ധർമ്മത്തിന്റെ പാതയിലാണോ നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ എത്ര വട്ടം വേണമെങ്കിലും ചീത്തപ്പേര് കേട്ടോട്ടെ, എത്ര വട്ടം നമ്മൾ തല കുനിച്ചോട്ടെ, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? നാരായണ സേനയേക്കാൾ ശക്തിയുണ്ട് നാരായണന്. ആ നാരായണൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അസത്യവാദികളായിരിക്കുന്ന അധർമ്മികൾക്ക് എന്നും എപ്പോഴും എല്ലാവരെയും പേടിയായിരിക്കും. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അസത്യവാദികളായിരിക്കുന്ന അധർമ്മികൾക്ക്. കള്ളത്തരത്തിലൂടെ ജീവിച്ചാൽ നമ്മൾ പേടിക്കണം. സത്യത്തിന്റെ പാതയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല.
മനസ്സിലായില്ലേ? അതെ, അത് ഉണ്ണിക്കണ്ണന്റെ ലീലയാണ്, കിച്ചുവിന്റെ ലീല തന്നെയാണത്. അപ്പോ അസത്യത്തിന്റെ പാതയിലാണ് നമ്മൾ പോകുന്നെങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മൾ അസത്യമല്ല, സത്യമാണ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ ഒരു തെറ്റ് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചാൽ കൂടിയും അതിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഭയപ്പെടേണ്ട കാര്യമില്ല. ധർമ്മത്തിന്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ദാനശീലമാണ്. ആ കാര്യത്തിൽ എന്റെ മഞ്ജരീസ് കുടുംബം വളരെ വളരെ ഉയരത്തിലാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ എന്ത് ചെയ്യുന്നത്, അന്നദാനം ലൈവ് ഇടുന്നത് എന്ന്. ആ ഒരു 10 പേര് ആദ്യം അന്നദാനം കൊടുത്തപ്പോ ഞാൻ 10 പേരുടെ അന്നദാനം ലൈവ് ഇട്ടപ്പോ ഇന്ന് 108 പേർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെ? എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഓ ശരി ശരി മുതലാളി, അങ്ങ് പറഞ്ഞത് ഞാൻ ശിരസാ വഹിക്കുന്നു. അങ്ങേക്ക് ജോലി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ, ഞങ്ങൾക്കൊന്നും ജോലിയും കൂലിയും വേലയൊന്നും ഇല്ല സഹോദര. ഞങ്ങളിങ്ങനെ വെറുതെ സമയം കളയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിരിക്കും. ജോലിയുള്ള അങ്ങ് എന്തിനാ ഇതിപ്പോ കേൾക്കാന്ന് വന്നത്? പോയി ജോലി ചെയ്യൂട്ടാ. അപ്പോ ധർമ്മത്തിന്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ദാനമാണ്. നമ്മളൊരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ ലൈവ് ഇട്ടു. അപ്പൊ ഇന്നിപ്പോ 108 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു, ഇല്ലേ? അപ്പം എത്ര പേര് തെരുവിൽ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ കാരണം. അപ്പൊ ആ ഒരു ദാനം, ആ ഒരു ധാർമ്മികത മഞ്ജരീസിൽ എല്ലാവർക്കും ഉണ്ട്. അതിൽ യാതൊരു വിധ തർക്കവും ഇല്ല. ധനികന്മാർ ദരിദ്രർക്ക് യഥാശക്തി ദാനം ചെയ്ത് അവരെ എന്ത് ചെയ്യേണ്ടതാണ്? സഹായിക്കേണ്ടതാണ്, അല്ലെ? നമ്മുടെ കയ്യില് ഒരു നേരത്തെ ചോറിനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പകുതി ഭക്ഷണമെങ്കിലും നമ്മൾ ദാനം ചെയ്യണം. നിർബന്ധമായിട്ട് നമ്മൾ ദാനം ചെയ്യണം. കാരണം എന്താ? ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ കുടിച്ചാൽ ദാഹം മാറുന്നൊന്നും വിചാരിക്കണ്ട. പകുതി ഗ്ലാസ് മൂകാംബിക പോകണം 12 ഉച്ചയ്ക്ക് എത്തും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടല്ലേ, വിളിക്കും മാതാജി, കേട്ടോ? അപ്പൊ പകുതി ഗ്ലാസ് വെള്ളം കുടിച്ചാലും നമ്മുടെ ദാഹം മാറും. മനസ്സിലായില്ലേ? ആദ്യം ഒന്നും മറുപടി കൊടുക്കാറില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് കരുതി. ഇപ്പൊ ഇങ്ങനെയുള്ളവരെ കാണുമ്പോ ഒരു സന്തോഷമാണ് മറുപടി കൊടുക്കാൻ. അത് മഹത്തായ ധർമ്മമാകുന്നു എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ദാനം ചെയ്യാത്തവരാണ് അടുത്ത ജന്മത്തിൽ യാചകന്മാരായി ജനിക്കുന്നത്. ഒരു ജന്മത്തിൽ ദാനം ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത ജന്മത്തിൽ യാചകന്മാരായി ജനിക്കും. മനസ്സിലാവുന്നില്ല? യാചകന്മാരായി ജനിച്ചു തീരും. ചിന്തിച്ചു നോക്കൂ. ദാനം ചെയ്തിട്ടില്ല എങ്കിൽ തനിക്ക് അന്യർ ചെയ്യരുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നാം അന്യർക്ക് ചെയ്യരുത്. മറ്റൊരാൾക്ക് അവരെന്തേലൊക്കെ പറയും, മാതാജി ഇതേ അടുത്ത ജന്മത്തിലെ ആൾക്കാരാണ്, അവര് ലൈനിൽ നിൽക്കുന്നവരാണ്, നിന്നോട്ടെ, വരട്ടെ. നമ്മൾ ആർക്കെങ്കിലൊക്കെ അന്നദാനം കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവണ്ടേ? അപ്പൊ അങ്ങനെ വരട്ടെ അവര്. ഈ ഗ്രൂപ്പിലുള്ളവർക്കും ജോലി. സത്യം, ഞങ്ങൾക്ക് ആർക്കും ഒരു പണിയില്ല ചേട്ടാ. ഞങ്ങളിങ്ങനെ ഫുൾ ടൈം 24 മണിക്കൂർ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ എന്താ പറയുക, അയാളൊക്കെ കൊണ്ടിട്ട് എവിടെ ഇടണമെന്ന് പറയാം? ബംഗ്ലാദേശിലിടണം. ഹിന്ദുക്കളെ പേരും വെച്ച് ഇറങ്ങിയിരിക്കുന്നു. അപ്പോ തനിക്ക് അന്യർ ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നാം അന്യർക്ക് ചെയ്യരുത്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ഗീതാ മാതാജി, നമ്മളിപ്പോ എന്താ ആഗ്രഹിക്കുക? നമ്മളെ ഒരാള് വേദനിപ്പിക്കരുത്. മനസ്സിലായില്ലേ? വേറൊരാള് നമ്മളെ വേദനിപ്പിക്കരുത്. അപ്പൊ അതേപോലെ നമ്മളും മറ്റൊരാളെ വേദനിപ്പിക്കരുത്, ഒരിക്കലും വേദനിപ്പിക്കരുത്. അത് വലിയ തെറ്റാണ്, അവർക്ക് സഹിക്കൂല. അപ്പോ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഓരോരുത്തര് നമ്മളോട് എന്താ പറയാ, PSC ചേട്ടൻ ഓരോരുത്തരും നമ്മളോട് ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ എത്ര സങ്കടപ്പെടുന്നു, അല്ലേ? അപ്പൊ നമ്മൾ ആ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് എത്ര വിഷമമുണ്ടാവും. ഈ ചേട്ടനെ പോലുള്ളവര് ചോദിച്ചു മേടിക്കുന്നത് അത് വേറെ വിഷയം. എങ്കിലും ചില സമയത്ത് നമ്മളൊന്നും പറയരുത്. ഞാനേ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, സീരിയസ്ലി ഞാൻ ഓപ്പൺലി പറയാണ്. പണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ, ഈസ്കോൺ പ്രസ്ഥാനത്തൊക്കെ വരുന്നതിന്റെ മുമ്പേ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ചില സമയത്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തരാൻ ലേറ്റ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ചേട്ടാ ഒന്ന് നിങ്ങൾ വേഗം തരൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുന്ന നമ്മളൊന്ന് ദേഷ്യപ്പെട്ടിട്ടൊക്കെ എണീറ്റ് പോകും, അല്ലെ? നമ്മൾ ജനിച്ച കാലം മുതലേ അങ്ങോട്ട് പ്രഹ്ലാദ് മഹാരാജായിട്ടൊന്നുമില്ല നമ്മൾ ജനിച്ചത്. നമുക്ക് എല്ലാവർക്കും എല്ലാ കുറവുകളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എണീറ്റ് പോകും, അല്ലെങ്കിൽ അവരോട് ബഹളം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോ നമ്മൾ അത് ചെയ്യാറില്ല. കാരണം എന്താ അറിയോ? ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവത്തിന് അന്നദാനം വിളമ്പാൻ പോയപ്പം ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ്. കാരണം എന്താ അറിയോ? ഒരു ഹോട്ടലിലെ വെയിറ്റർ അനുഭവിക്കുന്ന വേദന. എന്നിട്ടും ആ മനുഷ്യൻ ആ ടേബിളിന്റെ അടുത്ത് വന്ന്, നമസ്കാരം വേണ്ട, എന്താ വേണ്ടത്, എന്താ വെള്ളമാണോ? ഓ തരാം, ചൂടുവെള്ളം, ആ തരാം. അവരെ വെറും ഒരു താഴെ കിടക്കുന്ന ജോലിക്കാരനായിട്ട് കാണുന്ന എത്ര പേരുണ്ടല്ലേ? ഷൗട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ആലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ചു. അയ്യോ, എനിക്ക് അങ്ങോട്ട് ആ ഒരു 10 ദിവസം അന്നദാനം കൊടുത്തു വന്നപ്പോൾ ഞാൻ ദിവ്യമാതാജിയുടെ കാല് നിലത്ത് വെക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ രാവിലെ മുതൽ പാവങ്ങൾ 12 മണിവരെ ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുന്ന ഓരോരുത്തരുടെ കഷ്ടപ്പാട് ആലോചിച്ചു, അല്ലെങ്കിൽ തയ്ക്കുന്നവരുടെ കഷ്ടപ്പാട് ആലോചിച്ചു. അപ്പൊ നമ്മൾ പറയും IT കമ്പനിയിലല്ലേ 5 ഒക്കെ ശമ്പളല്ലേ എന്ന്. ഇരിക്കുന്നവനെ അറിയും ഇരിക്കുന്നവന്റെ ബുദ്ധിമുട്ട്, ചുമക്കുന്നവനെ അറിയും ചുമക്കുന്നവന്റെ ബുദ്ധിമുട്ട്.
നടക്കുന്നവനെ അറിയും, നടക്കുന്നവന്റെ ബുദ്ധിമുട്ട്. എല്ലാ ജോലിക്കും കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ ഏതൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളായാലും, റോഡ് സൈഡിൽ പച്ചക്കറി വിൽക്കുന്നവൻ മുതൽ പ്രധാനമന്ത്രിയോടായാൽ പോലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്. കാരണം എന്താ അറിയോ, പ്രധാനമന്ത്രിക്കറിയാം അദ്ദേഹത്തിന്റെ തലയിലുള്ള ഭാരം. 4 പേരടങ്ങുന്ന കുടുംബത്തെ നോക്കാൻ നമുക്ക് പറ്റുന്നില്ല, പിന്നെയാണ് ഇത്രയും വലിയ മഹാരാജ്യത്തെ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ ജോലിക്കും ഉണ്ട്. പലരും പറയോ സിനിമാ നടിയല്ലേ, സീരിയൽ നടിയല്ലേ, സുഖല്ലേ എന്ന്. ഒരിക്കലും അല്ല. രാവിലെ 4 മണിക്ക് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ 2 മണിക്ക് എണീക്കണം. എന്നിട്ടെല്ലാം കെട്ടിപ്പെറക്കി പോയി, നമ്മൾ പറയും ബംഗാളികളാണ്, കെട്ടിപ്പെറക്കി പോയി പിന്നെ മേക്കപ്പ് ഇട്ടല്ലോ ഒന്ന് കണ്ണിങ്ങനെ അടയ്ക്കാൻ പറ്റില്ല. രാത്രി 10 ആയാലും 11 ആയാലും പാക്കപ്പ് പറയില്ല. തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും 12 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഷൂട്ടിന്റെ ഡ്രസ്സുകളെല്ലാം കൂടെ പാക്ക് ചെയ്ത് 2 മണിക്കൂർ ഉറങ്ങി വീണ്ടും ചെല്ലും. വണ്ടിയിലിരുന്ന ഉറങ്ങും. അപ്പൊ തീരുന്നതോ ഒരു 20 മിനിറ്റിന്റെ സീരിയൽ. അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് ഒരു മേഖലയിലുള്ളവരെയും നമ്മൾ എന്ത് ചെയ്യരുത്, വേദനിപ്പിക്കരുത്. അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു വാക്കും നമ്മുടെ മഞ്ജരീസ് കുടുംബത്തിൽ നിന്ന് പറയരുത്. തയ്യൽ ജോലിയൊക്കെ ഒത്തിരി കഷ്ടപ്പാടാണ്. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, ഒരുപാട് കഷ്ടപ്പാടാണ്. ദാനം ചെയ്തില്ല എങ്കിൽ അടുത്ത ജന്മത്തിൽ യാചകന്മാരായി ജനിക്കും. മനസ്സിലായില്ലേ? തനിക്ക് അന്യർ ചെയ്യരുത് എന്ന്, അതായത് നമ്മളോട് മറ്റുള്ളവർ ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. പരസ്യമായി നമ്മൾ ഒരാളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പുറത്തു വന്നിട്ട് ഒരാളോട് ഒരു കാര്യം പറയാൻ നമുക്ക് വിഷമം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിഷമം ഉണ്ടാക്കരുത്. ഒരാൾക്കും വിഷമം ഉണ്ടാക്കരുത്. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ചില ആൾക്കാരുണ്ട് മറഞ്ഞു നിന്ന് പലതും പറഞ്ഞു പരത്തും. ചില വ്യക്തികളുണ്ട് നമ്മളെ മുന്നിൽ അത്രയും നല്ല വ്യക്തിയായിട്ടായിരിക്കുക, എന്നിട്ട് തിരിച്ചു നിന്ന് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾക്ക് എതിരാളികളായിരിക്കുന്ന ആൾക്കാർ ആരുണ്ട് അവരുടെ അടുത്തായിരിക്കും കൊണ്ടുപോയി കൊളത്തി കൊടുക്കുക. പക്ഷെ അവരറിയുന്നില്ല ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ള കാര്യം. അത് നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടോ, എന്നിട്ട് കൂടെ നിന്ന് ചതിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും അല്ലെ. അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട്. അതെല്ലാം നമ്മൾ അറിഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കുക. കാരണം എന്താ, ഇന്നല്ലെങ്കിൽ നാളെ ചില സത്യങ്ങൾ നമ്മളും പുറത്തു പറയും. അപ്പോഴായിരിക്കും ആ വ്യക്തിക്ക് അത് കൊള്ളുന്നത്. അപ്പോ എന്ത് ചെയ്യാം, അങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ കൂടെ കിടന്നുറങ്ങി, നമ്മളെ കൂടെ ഭക്ഷണം കഴിച്ച്, നമ്മുടെ കൂടെ യാത്ര ചെയ്ത്, നമ്മളേന്ന് പറഞ്ഞ് നിന്നിട്ട് നമ്മളെ ചതിക്കുന്ന വ്യക്തികളും ഇഷ്ടം പോലെ ഉണ്ട്. ആലോചിക്കണം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എന്താ ചെയ്യുക, അവർ പറയട്ടെ, പറയുന്നിടത്തോളം അവർ പറയട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മളും ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും. എങ്കിലും നമ്മൾ എന്താ ചെയ്യുക, വേണ്ട, അവരെ വിഷമിപ്പിക്കേണ്ട, അവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി നമ്മൾ ഒഴിവാക്കും. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക. കാരണം എന്താ, അവര് വിഷമിക്കണ്ട, അവര് സങ്കടപ്പെടണ്ട. നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. നമ്മളെ കൂടെ നിന്ന് വഞ്ചിച്ചാലും ഈശ്വരൻ അത് നമ്മളെ മുമ്പിൽ തെളിയിച്ചു തരും. ഉറപ്പായിട്ടും തെളിയിച്ചു തരും. കാരണം നമ്മൾ ഈശ്വരനെ വിളിക്കുന്നുണ്ട്. പിന്നെ ദേഷ്യമൊക്കെ സ്വാഭാവികത, അതെന്തായാലും ഉണ്ട്. അപ്പോ നമുക്ക് എന്തായാലും ദേഷ്യം വരും, വെറുപ്പ് വരും. നമ്മളെല്ലാവരും സന്യാസിമാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരല്ല അല്ലെ, ആരുമല്ല. ഈ പറയുന്ന ഞാനും വളരെയധികം ദേഷ്യപ്പെടാറുണ്ട്, വളരെയധികം വയലന്റ് ആവാറുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരും. പക്ഷേ ചില വ്യക്തികൾ എന്താ പറയുക, മിണ്ടാപ്രാണികളെ പോലെ ഇരുന്നിട്ട് ചതിക്കും. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. പക്ഷെ അവരെ നമുക്ക് ഈശ്വരൻ കാണിച്ചു തരും. അവരിന്ന വ്യക്തിയാണ്, വിശ്വസിക്കേണ്ട എന്ന് തെളിവ് സഹിതം നമുക്ക് കാണിച്ചു തരും. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. എന്ത് സംഭവിച്ചാലും ഒഴിവാക്കുക. എന്ത് സംഭവിച്ചാലും നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക. കാരണം പിന്നെ ഒരിക്കലും അവരെ നമ്മൾ കൂട്ടത്തിൽ നിർത്തരുത്. ഒരു വട്ടം നമ്മൾ അവരെ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവർക്കൊരു മാപ്പ് കൊടുക്കരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ധാർമ്മികത എന്ന് പറഞ്ഞാൽ. പിന്നെയോ, ഇത് ഉത്തമമായ ധർമ്മമാണ്. ആ ധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കുക. യഥൈനർവിഹിതം നേച്ഛദാത്മന കർമ്മ പുരുഷ ന തത്പരുഷേ കുർവീത ജനനപ്രിയാത്മനെ. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താ അതിന്റെ അർത്ഥം? അന്യർ നിങ്ങളോട് എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറണം. മനസ്സിലായില്ലേ? ഇതന്നെ ബൈബിളിൽ ഒരു വേർഡ് ഉണ്ട്. നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മൾ തിരിച്ചു പെരുമാറും. പക്ഷേ കലിയുഗത്തിൽ ചിലപ്പോൾ നമ്മൾ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത്. കലിയുഗത്തില് നമ്മൾ എത്ര ധാർമ്മികതയോടുകൂടിയും സത്യത്തോടുകൂടിയും അവരോട് പെരുമാറിയാലും അവർ ചിലപ്പോൾ നമ്മളോട് പെരുമാറുന്ന രീതി വേറെ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? സ്വാർത്ഥ മനോഭാവം, സ്ഥാനത്തോടുള്ള മനോഭാവം. മനസ്സിലാവുന്നത്? സ്ഥാനമാനത്തോടുള്ള മനോഭാവമാണ്. നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ചില വ്യക്തികൾ നമ്മളെ അങ്ങ് എന്താ പറയാ,
ഭയങ്കര സ്നേഹമായിട്ട് നമ്മളെ കൂടെ നടക്കും. പക്ഷെ അവരാഗ്രഹിക്കുന്നത് നമ്മുടെ സ്ഥാനമായിരിക്കും. അതൊരിക്കലും കിട്ടില്ല. കാരണം എന്താ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ കൊടുത്ത ചില സ്ഥാനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ചിലപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, ഒരിക്കലും എനിക്ക് ചിലപ്പോൾ അവരെ ഇഷ്ടപ്പെടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അവർ ഇഷ്ടപ്പെടും. കാരണം എന്താ, അവരെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട്. അവരുടെ റിയൽ ക്യാരക്ടർ നമ്മൾക്ക് മുമ്പിൽ ഒരു ദിവസം തെളിഞ്ഞു വരും, അല്ലെ? അപ്പൊ നമ്മൾ തീരുമാനിക്കും നമ്മൾ ആർക്ക് സ്ഥാനം കൊടുക്കും, ആരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. അതിനാണ് ഈശ്വരൻ ബുദ്ധി തന്നത്. ചില വ്യക്തികൾ നമ്മളെ മുമ്പിൽ അങ്ങനെ ചിരിച്ചു കാണിക്കും. ചിരിച്ചു കാണിച്ചിട്ട് മറഞ്ഞു നിന്ന് അവര് നമ്മളെ കുത്തും. വിഷപ്പാമ്പുകളേക്കാൾ ദുരിതമാണ് അവര്. ആ ദുരിതമായ വ്യക്തികൾ എത്ര ഈശ്വരനെ വിളിച്ചിട്ടും കാര്യമില്ല. അവർക്ക് ഈശ്വരൻ ഒരിക്കലും മേൽഗതി കൊടുക്കില്ല. ഒരിക്കലും മേൽഗതി കൊടുക്കില്ല. അവരെത്ര തന്നെ നമ്മളെ കൂടെ ജീവിച്ചിട്ട് നമ്മളെ ചതിച്ചാലും നമ്മൾ ആ കാര്യങ്ങൾ അറിയുന്ന നിമിഷം അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ചതിക്കുന്ന വ്യക്തികൾ ആരായാലും ജീവിതം ഒരുപാട് മുന്നോട്ട് ജീവിക്കാനുള്ളതാണ്. ഇന്നോ നാളെയോ തീർന്നു പോകുന്നതല്ല, അല്ലെ? ആ ചെയ്യുന്നതിനുള്ള ശിക്ഷ അവരെ തേടി എത്തിയിട്ടില്ല എങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സത്യം ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കാം. നമ്മളെ മുമ്പിൽ ചിരിച്ച് കളിച്ച് തല കുനിച്ച് നിന്ന് ചേർത്ത് പിടിച്ച് നമ്മൾ അങ്ങനെ ജീവിച്ചിട്ട് നമ്മളെ വഞ്ചിക്കുന്നവരുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ന്യൂസ് പേപ്പറിലൊക്കെ? എത്രയോ വർഷക്കാലം സർവന്റായി ഈ വീട്ടിൽ നിന്ന വ്യക്തികളാണ് ഇങ്ങനെ ചതിച്ചത് അങ്ങനെ ചതിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയലളിതാമ്മയെ വഞ്ചിച്ചത് എന്താ പറയാ ഇവരാണെന്ന്. ആരാണ്? അവരുടെ പേരെന്തായിരുന്നു? അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് ഉണ്ടായില്ലേ, അവരാണെന്ന്. അപ്പൊ ആലോചിച്ച് നോക്കണം. ഒരിക്കലും നമ്മളെ കൂടെ നിർത്തുന്ന വ്യക്തികളെ 100% വിശ്വസിക്കരുത്. ആ വ്യക്തികൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. എത്ര വലിയ എന്താ പറയാ ഭക്തനായാലും ശരി വിശ്വസിക്കാൻ പാടില്ല. കാരണം അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് ഈശ്വരൻ നമ്മൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നതാണ്. ഈശ്വരൻ നമ്മളെ മുമ്പിൽ അവരെ ബോധ്യപ്പെടുത്തുന്നതാണ്. അവരിങ്ങനത്തെ വ്യക്തിയാണ്. ആദ്യം ഈശ്വരൻ ഒരു തെളിവ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അത് വിശ്വസിക്കില്ല. വീണ്ടും ചില തെളിവുകൾ തരും. നമ്മൾ അപ്പോഴും കരുതില്ലേ അവരങ്ങനെ ചെയ്യൂ. മൂന്നാമതും ചില തെളിവുകൾ തരും. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇവർ വഞ്ചിക്കുന്നവരാണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇവർ വഞ്ചിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. കാരണം അവർ ശകുനിയുടെ പണിയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ശകുനിയുടെ ജന്മം തന്നെയാണ്. അങ്ങനെയുള്ളവർ അങ്ങനെ പോട്ടെ. അവർക്കുള്ള ആൻസർ ഭഗവാൻ കൊടുക്കും. നമ്മൾ കൊടുക്കണ്ട. നമുക്ക് കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. ശശികല ഭഗവാൻ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കും. നമ്മൾ കൊടുത്താൽ പിന്നെ അത് കുറഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു പ്രതികാരം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് കൊടുത്തേക്കണം. അങ്ങനെ ഒരുപാട് പേര് ദുരിതം അനുഭവിക്കും. അവര് വിചാരിക്കും ഇന്ന് അത് ചെയ്യുന്നത് ഭയങ്കര സംഭവമാണെന്ന്. പക്ഷെ അവരെ കാത്തിരിക്കുന്നത് എന്താന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് നമ്മളോട് ഒരാൾ അധർമ്മം ചെയ്താൽ, കള്ളത്തരം ചെയ്താൽ, നമ്മളെ പറ്റി അപവാദം പറഞ്ഞാൽ നമ്മൾ അത് നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമ്മൾ മൈൻഡ് ആക്കണ്ട. കാരണം അത് ഈശ്വരനുള്ള കൊട്ടേഷനാണ്. ഈശ്വരൻ കൊടുത്തോളൂ. ആ കൊട്ടേഷൻ കൃത്യമായി കൊടുത്തോളൂ. അപ്പൊ അന്യർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറണം. ധർമ്മ സംഹിതയിൽപ്പെട്ട കാര്യമാണത്. മനസ്സിലായില്ലേ? ഈ ധർമ്മമാണ് ജീവിതത്തെ സമാധാനപൂർവവും സുഖകരവുമാക്കി മാറ്റുന്നത്. പിന്നീട് ഭീഷ്മർ ചോദിച്ചു, ധർമ്മം എന്താണെന്ന് കാണിക്കുവാൻ സഹായിക്കുന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? മനസ്സിലായില്ലേ? തുലാധാര ജാജലി സംവാദം. തുലാധാര ജാജലി സംവാദം എന്താണത്? പണ്ട് ജാജലി എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കുറെ ശക്തി കിട്ടിയതിനു ശേഷം അദ്ദേഹം എന്താ ചെയ്തത്? തപസ് അനുഷ്ഠിച്ച് ഒരുപാട് ശക്തി കിട്ടിയപ്പം അദ്ദേഹം ഈ ലോകമെല്ലാം ഒന്ന് ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ലോകമെല്ലാം ചുറ്റിക്കാണാൻ പോയപ്പോ വായു വേഗത്തിൽ സഞ്ചരിച്ചു എന്നാ പറയുന്നത്. വായു കാറ്റ് പോകുന്ന പോലെയാണ് ഈ ലോകത്ത് അദ്ദേഹം സഞ്ചരിച്ചു പോയത് ലോകം കാണാൻ വേണ്ടി. എല്ലാം കണ്ടതിന് ശേഷം അഹങ്കാരം മൂത്തു അയാൾക്ക്. മനസ്സിലായില്ലേ? ഭയങ്കര അഹങ്കാരം വന്നു എല്ലാം കണ്ടതിന് ശേഷം. എന്നിട്ട് അദ്ദേഹം സ്വയം പറയാണ്, അഹങ്കാരം വന്നപ്പോ അദ്ദേഹം പറയാണ്, ഈ ലോകത്തിൽ എന്നോട് തുല്യനായിട്ട് ആരുമില്ല എന്ന്. ചില വ്യക്തികൾ വിചാരിക്കും നമ്മൾ ഒരു സ്ഥലത്തിരിക്കുമ്പം ഈ സ്ഥലമാണ് ഏറ്റവും വലുതെന്ന്. ആ സ്ഥലത്തുനിന്ന് പോയാൽ വിചാരിക്കും ആ സ്ഥലമാണ് ഏറ്റവും വലുതെന്ന്. പിന്നീട് സ്വയം തിരിച്ചറിയും ഇതൊന്നുമല്ല വലുത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ മോശമാണ്. ഒരിക്കലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കരുത്. അത് നമ്മൾ ചിന്തിക്കുക. ഉറക്കത്തിൽ പോലും മരിച്ചു പോകുന്ന ആളുകളുണ്ട് ഇല്ലേ? ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഡെഡ് ബോഡി ആയിട്ട് കയറി വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ജീവിതത്തിന് ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. ആ ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മത്സരിക്കാനും, നമ്മൾ ഒരു നേരം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വസ്ത്രം വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ ചതിക്കുന്നവനോട് ഈശ്വരൻ ഒരിക്കലും പൊറുക്കില്ല എന്നുള്ള വാസ്തവം.
ഒരു വസ്ത്രവും ഒരു നേരത്തെ ഭക്ഷണവും നമുക്കൊരു വ്യക്തി തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ വഞ്ചിക്കുന്നവൻ ആരായാലും ശരി, ആ വ്യക്തി എത്ര ഈശ്വരന്റെ മുന്നിൽ പോയി കാല് പിടിച്ച് കിടന്നാലും ശരി, അവൻ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നശിച്ച് നാറാണക്കല്ലെടുത്ത് തകർന്നു പോകുന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഈശ്വരൻ കൊടുത്താൽ നിർത്തൂല, കൊടുത്തുകൊണ്ടേയിരിക്കും, നല്ല ശിക്ഷ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ നന്നാക്കാൻ നമ്മൾ പോകരുത്, നമ്മൾ വിട്ടേക്കണം. മനസ്സിലായില്ല? എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. അപ്പൊ എല്ലാം അറിയുന്ന ഭഗവാൻ എന്താ ചെയ്യാ? കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പ്രതികാരത്തിന് ഇറങ്ങണ്ട. നമ്മൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പണം ചെയ്യും, ഭഗവാന് കൊടുക്കുക. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ കഷ്ടപ്പാടും വേദനയും എല്ലാം ഭഗവാന് കൊടുക്കുക. എവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നോ ആ സ്ഥലത്ത് ഭഗവാൻ നമ്മളെ തിരിച്ചെത്തിക്കും. എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ നമുക്ക് ഭഗവാൻ ഉയർത്തും, നമ്മളെ ഉറപ്പായിട്ട് ഉയർത്തും, ഒരു സംശയവും വേണ്ട. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അപ്പൊ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ആര്? ജാജലി ചിന്തിക്കുകയാണ്, എനിക്ക് എന്നോട് ഈ ലോകത്തില് എന്നോട് ശക്തിയായിട്ട് നിൽക്കാൻ ആരുമില്ല, ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ കുറെ തപസ് ചെയ്തു, പിന്നെ നമ്മളിങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു, കടലിലും നക്ഷത്രങ്ങൾ അടങ്ങിയ ആകാശത്തിലും ഒക്കെ എന്നോടൊപ്പം എത്താൻ ആരുമില്ല. അദ്ദേഹം ചിന്തിക്കുകയാണേ. അയാളുടെ വാക്കുകൾ കുറച്ച് പിശാചുക്കൾ കേട്ടു. മനസ്സിലായില്ലേ? കുറച്ച് പിശാചുക്കൾ അയാളുടെ വാക്കുകൾ കേട്ടു. അപ്പൊ അവര് പറഞ്ഞു, അല്ലയോ ദ്വിജസത്തമ, അങ്ങനെ പറയരുത്. കാശിയിൽ തുലാധാരൻ എന്ന പേരുള്ള ഒരു വർത്തകനുണ്ട്, അവൻ പോലും നീ പറയുന്നത് പോലെ പറയില്ല എന്ന് പറഞ്ഞു. എന്താ പറയുന്നത്? ജാജലി, നീ ഈ രീതിയിലുള്ള അഹങ്കാര വർത്താനങ്ങൾ പറയരുത്. കാശിയിൽ പോയി നോക്ക്, അവിടെ തുലാധാരൻ എന്ന പേരുള്ള ഒരു വർത്തകനുണ്ട്, അദ്ദേഹം പോലും നീ പറയുന്നത് പോലെ പറയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അങ്ങനെ ഒരാളുണ്ട്, എനിക്കൊന്ന് കാണണമല്ലോ. അദ്ദേഹം പറയണം, എനിക്ക് അങ്ങനെ ഒരു തുലാധാരൻ എന്ന് പറയുന്ന ഒരാൾ കാശിയിലുണ്ട്, എനിക്കൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജാജലി നേരെ കാശിയിലേക്ക് പോയി. കാശിയിലേക്ക് പോയപ്പോ തുലാധാരനെ അന്വേഷിച്ച് ഇങ്ങനെ പോയി. തണ്ണി വരുതാ? அப்படியா? தண்ணி வருதா? ஓ, காலையில போட்டாங்களா? காலையில போட்டாங்க, மோட்டர் ஆயிடுச்சா? அதே போடுவீங்க. ഇപ്പൊ തണ്ണി പോട്ടിருக்கா? ബിന്ദുമ്മേ, നമുക്ക് നല്ല വെള്ളം പിടിച്ചോ. കണ്ണാ, വീട്ടിൽ തണ്ണി இருக்காப்பா? ஃபுல்லா இருக்கா? இல்ல நாளை காலையில வரலன்னா கஷ்டப்படுவாங்க. காலையில யார் மோட்டர் போட்டாங்கன்னு தெரியல. 12 மணி வரைக்கும் நல்ல ஓவர் டைம் கொடுத்து கொடிச்சா. அப்புறம் நேற்று மாலை கொடுத்தா விட்டுட்டு சாயந்தரம் மோட்டர் போடாதீங்க, ஓவர் ஆச்சு அப்படி சொல்லிச்சா. அதனால நாங்க வெளியே போயிட்டு பார்த்தீங்கன்னா யாரும் மோட்டர் போடவே இல்லை. காலை சாயந்தரம் ஓட்டு நல்ல தண்ணி இல்ல, நான் தலைக்கு தண்ணியே ஊத்தல, வெள்ளம் இல்ல. கிணறு பாத்தீங்களா எவ்வளவு அழுக்கா இருக்கு? தண்ணி ரொம்ப பிளாக்கா வருது. ஆமா, அழுகையில மேல என்ன ஃபில்டர் அடிச்சுக்கிறாங்க. மழை வந்து போனா இன்னொரு விஷயம் தெரியுமா? இந்த அம்மா 4 மேட்டு துணிச்சு காய வச்சுக்கிறாங்க. இப்ப இல்ல, ஒரு 15 நாளைக்கு முன்னாடி அது மறந்துட்டாங்க. மழை வந்து எல்லாம் ஊறி போய் அதெல்லாம் கீழே கிடந்து இவங்களே மறந்துட்டு திருப்பி வெள்ளை எடுத்து வந்து மிஷின் என்ன பண்றது? எனக்கு பாருங்க ஸ்கின் அலர்ஜி தெரியும். அதேதான் எனக்கு எல்லாம் ஸ்கின் அலர்ஜி வந்துருச்சு. எனக்கு இம்யூனிட்டி பவர் தான் அலர்ஜி வருது, மத்த எங்கேயும் தெரியாது. வெள்ளம் ரொம்ப பிரச்சனை இல்லை நம்மளுக்கு. நீங்க சின்ன பையன் கை ஃபுல்லா முதுகுல இருக்கு. இப்போ நல்லா வருது அக்கா தண்ணி. அதுதானே சொன்ன மாதிரி அந்த கலரு கிணத்து பிளாக் தண்ணியா? பார்க்க அழுக்கா தெரியுது. மழை தண்ணி எல்லாம் அலசியதான் உள்ள இறங்குது. வரும்போ பிடிச்சி வச்சு யூஸ் பண்ணுவாங்க. அவங்க அதை வந்து மழை தண்ணி கிணத்துல இருக்கவே கூடாது, அந்த அழுக்கு தண்ணி. தண்ணி பிரச்சனை தான் அக்கா, ரொம்ப கஷ்டம். எனக்கு தலைக்கு ஊத்துறதுக்கு தண்ணியே இல்லை, நான் தலையே வாஷ் பண்ணல, மேல் மட்டும்தான் வாஷ் பண்ணிருக்கேன். போட்டுக்கொண்டு ஆமா, இப்போ கிளாஸ் முடிச்சுட்டு தலை போய் வாஷ் பண்ணணும், തണ്ണി വന്നിരിച്ചു. അപ്പോ അത് കേട്ടപ്പോ അദ്ദേഹം വിചാരിച്ചു, എങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒന്ന് കാണണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ജാജലി നേരെ കാശിയിലേക്ക് പോയി. തുലാധാരനെ അന്വേഷിച്ചു. വെള്ളമില്ല മാതാജി, ഞങ്ങൾക്ക് കറുത്ത വെള്ളം വരാം, എന്ത് ചെയ്യാനാ? സാരം വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്താ പറയാ, ഇങ്ങനെ പിടിച്ചു വെക്കുക. പല സാഹചര്യങ്ങൾ താണ്ടിയാണ് ചെന്നൈയിൽ നിൽക്കുന്നത്. പോട്ടെ, ഒന്നും കുഴപ്പമില്ല. നാട്ടിലെത്തിയാൽ കുളിക്കാൻ കൊതിയാവും. കാശി തീർത്ഥത്ത് പോയ നദിയിൽ തന്നെ കിടക്കും ചൂടെടുത്ത്. സാരമില്ലപ്പ, നമ്മളെ ജോലി സംബന്ധമായി നമ്മൾ നിൽക്കുന്നു, നമ്മൾ പല പ്രയാസങ്ങൾ അനുഭവിക്കണം. ചോറൊക്കെ വെച്ചാൽ ചിലപ്പോൾ മഞ്ഞ കളറിരിക്കും, വെള്ളം ശരിയല്ലാണ്. പിന്നെ ഫിൽറ്റർ വാങ്ങി വെച്ചു. 3 മാസം കൂടുമ്പോഴത്തേക്ക് ഫിൽറ്ററിന്റെ ഇത് മാറ്റണം. എന്താ അതിന്റെ ആ സാധനം
ഓരോ പ്രശ്നങ്ങളാണ്. അതൊക്കെ പോട്ടെ, സാരല്ലേ, അത് റെഡിയാവും. അപ്പോ ജാജലി വിചാരിക്കുകയാണ്, എന്നാ പിന്നെ കാശിയിൽ പോയിട്ട് ഈ തുലാധാരനെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം കാശിയിൽ പോയിട്ട് തുലാധാരനെ അന്വേഷിച്ച് ഈ തുലാധാരന്റെ അടുത്തെത്തി. ഇത്രയും കേട്ടപ്പോ ജാജലിയെയും അദ്ദേഹം ചെയ്ത കഠിന തപസ്സിനെയും പറ്റി ഒന്ന് യുധിഷ്ഠിരൻ അറിയണം തോന്നി. യുധിഷ്ഠിരൻ വിചാരിച്ച് ഇത്രയും തപസ് ചെയ്ത ഈ ജാജലി ആരാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു തപസ് എന്താണ്, ഇതൊക്കെ ഒന്ന് അറിയണം എന്ന് ആർക്ക് തോന്നി? യുധിഷ്ഠിരനും തോന്നി. അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് വിവരിച്ചു പറഞ്ഞു തരണമെന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു. ഭീഷ്മര് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? യുധിഷ്ഠിര, ജാജലി അതികഠിനമായിരിക്കുന്ന തപസ് ചെയ്തിട്ടാണ് സിദ്ധികൾ നേടിയത്. അപ്പൊ ഭീഷ്മര് പറഞ്ഞു കൊടുക്കാണ്, ജാജലി അതികഠിനമായിരിക്കുന്ന തപസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു സിദ്ധികളെല്ലാം നേടിയത്. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം എന്ന വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാം സഹിച്ച് കല്ലിലും മണ്ണിലും കിടന്നുറങ്ങി വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ദിവസങ്ങളെല്ലാം കഴിച്ചുകൂട്ടിയത്. ക്രമേണ ഏകാഗ്രതയുള്ളൊരു മനസ്സോടുകൂടി നിശ്ചലനായി ധ്യാനത്തിൽ മുഴുകിയിരുന്ന അവന്റെ തലകളിലെല്ലാം വന്നിട്ട് കുരുവി പക്ഷികൾ വന്ന് കൂടുകൂട്ടി. ഈ ജാജലി ഇങ്ങനെ ഏകാഗ്രതയോടുകൂടി അനങ്ങാതിരിക്കാൻ തുടങ്ങി. അനങ്ങാതിരുന്നപ്പോ കുരുവികളെല്ലാം വന്ന് ജാജലിയുടെ തലയിൽ കൂടുകൂട്ടി. ജാജലിക്ക് ആ ദമ്പതി പക്ഷികളോടൊക്കെ കരുണ തോന്നി. ഇടയ്ക്ക് യാതൊരു ചാഞ്ചല്യവും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം തലയൊന്നും അധികം അനക്കാതെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. കാരണം തലയിൽ എന്താണ്? കുരുവി പക്ഷികളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇരിക്കും, ഒന്നും അനക്കാതെ. പക്ഷികള് സുഖമോടെ സമാധാനത്തോടെ തലയിലുണ്ടായിരുന്ന ജടയിലെല്ലാം കൂട്ടിലിങ്ങനെ താമസിച്ചു. ക്രമേണ പക്ഷികൾ എന്ത് ചെയ്തു? ആ ജടയുള്ള തലയില് മുട്ടയിട്ടു. അതും ജാജലി അറിഞ്ഞു. എന്നിട്ടും ജാജലി എന്ത് ചെയ്തു? ഇളകിയില്ല, അങ്ങനെയിരുന്നു. ധർമ്മത്തിൽ തന്നെ മനസ്സ് വെച്ചു അദ്ദേഹം. അങ്ങനെ അധർമ്മത്തെ പറ്റി അദ്ദേഹം ആലോചിച്ചതേയില്ല. അദ്ദേഹം വിചാരിച്ചു, ഞാൻ അനങ്ങാതെ ഇങ്ങനെ ഇരുന്നത് കൊണ്ടല്ലേ പക്ഷികളെല്ലാം വന്ന് കൂടുകൂട്ടിയത്. അപ്പൊ ഞാൻ അനങ്ങിക്കഴിഞ്ഞാൽ പാവം പക്ഷികൾക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ, അപ്പൊ അനങ്ങണ്ട എന്ന് കരുതി. ക്രമേണ മുട്ട വിരിഞ്ഞ് എന്തായി? ഈ കുഞ്ഞുങ്ങളെല്ലാം പുറത്തു വന്നു. അവർക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് പക്ഷികൾ കുഞ്ഞുങ്ങളെ ആ തലയിൽ തന്നെ വളർത്തി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ആളുടെ തലയിൽ ഈ പക്ഷികൾ ഇങ്ങനെ ജടയിൽ വന്നിട്ട് കൂടുകൂട്ടിയിരിക്കുക. എന്നിട്ട് അതിൽ നിറച്ചു എന്തായി? മുട്ട വിരിഞ്ഞ് ആ പക്ഷികൾ അവിടെ തന്നെ ആ പക്ഷികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. പറക്കാറായപ്പോ ആ പക്ഷികളെല്ലാം കൂട്ടിൽ നിന്ന് പറന്നുപോയി. എല്ലാ പക്ഷികളും പറന്നുപോയി. പിന്നെ ഒരിക്കലും ഈ പക്ഷികൾ മടങ്ങി വന്നില്ല. ഇനി അവർ വരില്ല എന്ന് ജാജലിക്ക് ബോധ്യമായി. അപ്പൊ ജാജലി എന്ത് ചെയ്ത്? അവിടെ നിന്ന് എഴുന്നേറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോയി. പക്ഷികള് കുറച്ചു കാലം സുഖമായി താമസിച്ച് പറന്നുപോയി എന്ന് കണ്ടപ്പോ ജാജലി എന്താ ചിന്തിക്കുന്നത്? ഞാൻ കുറച്ച് ജീവികൾക്ക് താമസിക്കാൻ എൻ്റെ തല കൊടുത്തു. അവരവിടെ താമസിച്ചു, അവര് മുട്ട വെച്ചു, വിരിഞ്ഞു, അവര് പോയി. ഓക്കെ, അപ്പൊ ഞാൻ ധർമ്മിഷ്ഠനായി എന്ന് ജാജലിക്ക് ഉള്ളിൽ അങ്ങോട്ട് തോന്നി. അഹംഭാവം ജാജലിയുടെ ഉള്ളിലങ്ങ് വളർന്നു. അങ്ങനെ ഗർവിഷ്ഠനായിരിക്കുമ്പോഴാണ് പിശാചുക്കള് പറഞ്ഞത്, അല്ലയോ ജാജലി, നീ ധർമ്മത്തിൽ തുലാധാരനോട് തുല്യനല്ല. കാശിയിലുള്ള തുലാധാരൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുകയും പോലുമില്ല. അപ്പോൾ തന്നെ തുലാധാരനെ കാണണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ടായി? ജാജലിക്ക് ഉണ്ടായി. ഇത്രയും വലിയൊരാൾ അവിടെ ഉണ്ടോ? നീ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചല്ലോ ജാജലി, നീ വലിയ ധർമ്മിഷ്ഠനാണെന്ന്. ആ ധർമ്മിഷ്ഠനാണെന്നുള്ള ചിന്ത പോലും നിന്റെ അഹംഭാവമാണ്. കാശിയിലുള്ള തുലാധാരൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുക പോലുമില്ല. അപ്പോ ഈ തുലാധാരനെ ഒന്ന് കാണണമെന്ന് ജാജലിക്ക് തോന്നി. നേരെ ജാജലി എന്ത് ചെയ്തു? കാശിയിലേക്ക് പോയി. തുലാധാരൻ അവിടെ സാധനങ്ങളൊക്കെ, കുഞ്ഞു സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വർത്തകനായിരുന്നു, ഒരു ബിസിനസ്സുകാരൻ. അയാൾ ബ്രാഹ്മണനോട് സൽക്കരിച്ചുകൊണ്ട് പറയാണ്, അല്ലയോ ബ്രാഹ്മണ, അങ്ങ് വരുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്താണ്? തുലാധാരൻ പറയാണ് ഈ ജാജലിയോട്, അല്ലയോ ബ്രാഹ്മണ, അങ്ങ് വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അങ്ങ് കഠിനമായ തപസ് ചെയ്തു അല്ലേ? അന്ന് ധർമ്മത്തെ പറ്റിയൊന്നും ആലോചിച്ചില്ല. പിന്നീട് അങ്ങയുടെ ജടയിൽ കുറെ പക്ഷികൾ കൂടുകൂട്ടി മുട്ട വിരിയിച്ചു അല്ലേ? അവയെ സംരക്ഷിച്ചത് സാറില്ല ഷാജി പ്രഭു, പിന്നെ കേട്ടാ മതി ആദ്യത്തതൊക്കെ. ഓക്കെ,
അപ്പോ അങ്ങയുടെ തലയിൽ കുറെ പക്ഷികളൊക്കെ വന്ന് കൂട് കൂട്ടി മുട്ടയൊക്കെ വിരിയിച്ച് അങ്ങ് ഒരു ഇതായല്ലേ. അപ്പോ അങ്ങ് അവയെ സംരക്ഷിച്ചത് ഒരു വലിയ ധർമ്മമാണെന്നാണോ അങ്ങ് ചിന്തിച്ചത്? ആ അഹംഭാവം വർദ്ധിച്ചു വന്നപ്പോഴാണ് അശരീരി വാക്യം കേട്ടതല്ലേ? അങ്ങ് ചിന്തിച്ചു അങ്ങയുടെ തലയിൽ വന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ കൂടുകൂട്ടി മുട്ടയൊക്കെ വിരിയിച്ചപ്പോ അങ്ങ് എന്തോ വലിയ സംഭവമായി, വലിയ ധർമ്മിഷ്ഠനായി എന്നൊക്കെ അങ്ങ് ചിന്തിച്ചുല്ലേ? അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴല്ലേ അങ്ങക്ക് ഒരു അശരീരി കേട്ടത്? ആ അശരീരി കേട്ട പ്രകാരമല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്? ഇനി എന്താണ് അങ്ങക്ക് വേണ്ടത്? തുലാധാരൻ ചോദിക്കണം, ഇനി അങ്ങക്ക് എന്താണ് വേണ്ടത്? അത് കേട്ടിട്ട് ജാജലി പറഞ്ഞു, അല്ലയോ വർത്തക, അങ്ങ് പലവിധ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ലേ? എങ്ങനെയാണ് അങ്ങേക്ക് ഈ ജ്ഞാനമെല്ലാം ലഭിച്ചത്? അത് എങ്ങനെ കിട്ടി? എനിക്കും കൂടെ പറഞ്ഞു തരൂ. കാരണം അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. ഞാൻ ഇങ്ങനെ കുറച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷികൾ വന്നു, തലയിൽ കൂട് കൂട്ടി, അവർ മുട്ട വിരിയിച്ചു, കുഞ്ഞുങ്ങൾ വന്നു, അവരെല്ലാം പറന്നുപോയി. അപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി. ആ ചിന്തയിൽ നിന്ന് എനിക്ക് ഇതുപോലെ ഒരു അശരീരി കേട്ടു. ഞാൻ ഇവിടം വരെ അങ്ങേ തേടിയെത്തി. ഇതൊക്കെ അങ്ങേക്ക് എങ്ങനെ അറിയാൻ സാധിച്ചു? അതെന്ത് ജ്ഞാനം കൊണ്ടാണ് അങ്ങത് മനസ്സിലാക്കിയത്? അതെനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തുലാധാരൻ എന്ത് ചെയ്തു? തുലാധാരൻ ശാശ്വതമായിരിക്കുന്ന ധർമ്മത്തിന്റെ രഹസ്യം മുഴുവൻ വളരെ വ്യക്തമായിട്ട് ജാജുലിക്ക് വിസ്തരിച്ചു കൊടുത്തു. ശാശ്വതമായിരിക്കുന്ന ധർമ്മത്തിന്റെ രഹസ്യം മുഴുവൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലളിതമായ ജീവിതം. മഞ്ജരീസിന്റെ ക്യാപ്ഷൻ എന്താണ്? എത്ര പേർക്കറിയാം മഞ്ജരീസിന്റെ ക്യാപ്ഷൻ? എന്താണ് മഞ്ജരീസിന്റെ ക്യാപ്ഷൻ? അറിയില്ല. 2 മിനിറ്റ് സമയം, വേഗം പറയും. മഞ്ജരീസിന്റെ ക്യാപ്ഷൻ എന്താണ്? ചാനലിലൊക്കെ കാണാറില്ലേ, നേരോടെ നിർഭയം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ മഞ്ജരീസിന് ഒരു ക്യാപ്ഷൻ ഉണ്ട്. എന്താണ്? അറിയില്ല? അറിയോ? ബിന്ദുമയ്ക്കറിയോ? ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി. സിമ്പിൾ ലൈഫ്, ഹൈ തിങ്കിങ്. അതാണ് മഞ്ജരീസിന്റെ ക്യാപ്ഷൻ. ഞാൻ വെച്ചതല്ല കേട്ടോ, സുന്ദർ പ്രഭു വെച്ചതാണ്. എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. അദ്ദേഹം വെച്ചതാണ്. അദ്ദേഹം മഞ്ജരീസിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വെച്ചതാണ്. എന്നോട് പ്രത്യേകം പറഞ്ഞു, അമ്മു ഇത് ഒരിക്കലും മാറ്റരുത്, നാളെ ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് മാറ്റരുത് എന്ന് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. എന്റെ പൊന്ന് ഷിജുച്ചേട്ടാ, എന്നെ ലവ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇനി അങ്ങും കൂടി വരല്ലേ, ഇവിടെ സമയമില്ല. അപ്പോ ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി, ഇത് അദ്ദേഹം വെച്ച ക്യാപ്ഷനാണ്. അദ്ദേഹം അന്ന് അത് പറഞ്ഞു, ഒരിക്കലും മാറ്റരുത്, എന്താ പറയാ, ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാറ്റരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇല്ലാത്തപ്പോഴും ഞാൻ അത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. സിമ്പിൾ ലൈഫ്, ഹൈ തിങ്കിങ്, ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി. അതെ, ഇതാണ് നമ്മളുടെ മഞ്ജരീസിന്റെ ക്യാപ്ഷൻ. ഞാൻ വെച്ചതല്ല, അദ്ദേഹം വെച്ചതാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല. ഓക്കെ. അപ്പോ എന്ത് പറയുന്നു? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമായ ജീവിതം. എന്താ? ഉയർന്ന ചിന്ത, ലളിത ജീവിതം. കറക്റ്റ് ശ്രീലമതാജി. ഉന്നതമായ ചിന്ത. ഓ, അദ്ദേഹം ഇത് മഹാഭാരതത്തിൽ നിന്നാണ് എടുത്തു പറഞ്ഞതെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാനത് അറിയുന്നത്. അപ്പം ഈ ഒരു ആദർശമുള്ള വ്യക്തികൾക്കാണ് ധർമ്മരഹസ്യം മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ചില വ്യക്തികൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവര് പറഞ്ഞു തരുന്ന നന്മ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റരുത്. അതാരായാലും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ കൂടെ ഉള്ള വ്യക്തികളാണെങ്കിലും ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിലും നമ്മൾക്ക് ഒരു ധർമ്മം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ ധർമ്മം നമ്മൾ മാറ്റരുത്. ചിലപ്പോൾ ഇന്ന് നമ്മുടെ മിത്രമായിരിക്കുന്ന വ്യക്തി നാളെ നമ്മുടെ ശത്രു ആയിരിക്കാം. പക്ഷെ മിത്രമായിരിക്കുന്ന കാലത്ത് അവർ നമുക്ക് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. ആ നല്ല കാര്യങ്ങളെ ഒരിക്കലും നമ്മുടെ സമ്പന്നതയുടെ കാലത്ത് പോലും നമ്മൾ കളയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ അവരെ നമുക്ക് ശത്രുവായി മാറിയാൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്? ആ ധാർമ്മികത നമ്മൾ കളയരുത്. ഓക്കെ, ഇനി മറക്കണ്ട. അപ്പോ ധർമ്മരഹസ്യം, അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ധർമ്മരഹസ്യം മുറുകെ പിടിക്കാൻ പറ്റും. കർത്തവ്യ കർമ്മങ്ങൾ യാതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്? വ്യാജവും കൂടാതെ പരോപകാരപ്രദകരമായിരിക്കുന്ന രീതിയിൽ ചെയ്യണം എന്നാ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു കർത്തവ്യം അതെന്ത് തന്നെയായാലും നമ്മൾ എന്ത് ചെയ്യരുത്?
പരോപകാരപ്രദമായിരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? പരോപകാരപ്രദമായിരിക്കുന്ന രീതിയിൽ ചെയ്യണം. നമ്മൾ ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെന്താ പറയുന്നത്? ആരോടും അമിതമായിരിക്കുന്ന സ്നേഹമോ ദേഷ്യമോ നമ്മൾ കാണിക്കരുത്. ഒരു വ്യക്തിയെ നമ്മൾ അമിതമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷെ ആ ദേവി നമ്മളെ ഉപേക്ഷിച്ചു പോയി, അല്ല ആ വ്യക്തി നമ്മളെ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സങ്കടമാവും, അല്ലെ? ഒരിക്കലും നമ്മൾ ഒരു അമിതമായിരിക്കുന്ന സ്നേഹം ഒന്നിനോടും ഈ ലോകത്ത് വെക്കരുത്. ചില വ്യക്തികൾ പറയാറുണ്ട്, അയ്യോ എനിക്ക് ഭയങ്കരം പ്രണയമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഒരു പക്ഷെ അവര് നമ്മളെ ഉപേക്ഷിച്ചു പോയാൽ നമ്മൾ തളരാൻ പാടില്ല, നമുക്ക് ജീവിക്കണം മുന്നോട്ടേക്ക്. അപ്പം ഒരിക്കലും നമ്മൾ അമിതമായിരിക്കുന്ന ഒരു സ്നേഹം ഒരു വ്യക്തിയോടും നമ്മൾ വെക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ നമ്മളെ മഹാഭാരതത്തിലൂടെ നമ്മൾ പഠിച്ചത്, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയിൽ നമ്മൾ പോണം. സത്യസ്യ വചനം സാധുസ്സ സത്യാത് വിച്യുതേ പദം, സത്യേന വിധൃതം സർവം സർവം സത്യേ പ്രതിഷ്ഠിതം. ധർമ്മത്തിലാണ് സത്യം നിലകൊള്ളുന്നത്. എല്ലാവരോടും നമ്മൾ ഒരുപോലെ പെരുമാറണം. മനസ്സിലായില്ലേ? ആരോടും കൂടുതൽ സ്നേഹം, കൂടുതൽ ദേഷ്യം അതൊന്നും പാടില്ല. എല്ലാവരോടും ഒരുപോലെ പെരുമാറാം. കാര്യലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, കാര്യം നേടാൻ ഭയങ്കര സോപ്പിംഗ് ആണ്. അത് ഈ പറയുന്ന ഞാനായാലും അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ആരാവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചാനലില് ലീവ് കിട്ടാൻ വേണ്ടി സർ അങ്ങനെയല്ല സർ, ഇങ്ങനെയാണ് സർ അത് സർ ഇത് സർ എന്നൊക്കെ പറയും. അതൊക്കെ കുറച്ച് കോമഡി. അതർവൈസ് നമ്മൾ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരുപാട് അങ്ങോട്ട് നിന്ദിക്കാനും ഒരുപാട് അങ്ങോട്ട് താഴ്ത്തിക്കെട്ടാനും ഒന്നും പാടില്ല. എല്ലാവരോടും തുല്യരായിരിക്കണം. നമ്മുടെ സുപ്പീരിയേഴ്സിനോട് ലീവ് കിട്ടാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ സോപ്പിട്ടോളൂ, സർ പ്ലീസ് സർ അപ്പടി സർ ഇപ്പടി സർ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടോളൂ. എന്നാലേ നമുക്ക് ലീവ് കിട്ടുള്ളൂ. ലീവ് കിട്ടിയാലേ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റൂ, അല്ലാണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ അത് മാറ്റി നിർത്തിയിട്ട് ബാക്കി ഒരു തരത്തിലും നമ്മൾ ഒരു നേട്ടത്തിനും ആരെയും നിന്ദിക്കാനും പാടില്ല, ആരെയും സ്തുതിക്കാനും പാടില്ല. ഇന്ദ്രിയ വിഷയങ്ങളിൽ ഭ്രമിച്ച് നിത്യവസ്തുത മറക്കരുത്. എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മൾക്ക് ഇന്ദ്രിയ വിഷയം എന്ന് പറയുമ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണം, നല്ല ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, നല്ല സ്മെല്ല്, അങ്ങനെ അമ്മയോടൊക്കെ നമുക്ക് സോപ്പിടാന്നേ. നമ്മൾ അമ്മേനെ സോപ്പിടാതെ ആരെ സോപ്പിടും? അയ്യോ, ഞാൻ എന്റെ അമ്മേനെ സോപ്പിട്ട് കുപ്പിയിലാക്കി ഇന്നലെ ഒരു ബോക്സ് നിറച്ചു സാധനം കൊണ്ടുവന്നുണ്ട്. അമ്മ ഞാൻ യാത്ര കഴിഞ്ഞ് വന്നാൽ അമ്മ ഇനി ഇതെല്ലാം കൂടെ ഞാൻ കടയിൽ പോണം അമ്മ, അങ്ങനെ ചെയ്യണം അമ്മ, ഇങ്ങനെ ചെയ്യണം അമ്മ എന്ന് പറഞ്ഞപ്പോ അമ്മ പാവം കപ്പ, പഞ്ചസാര, ചെറുപയറ്, പരിപ്പ്, അരി, പച്ചമുളക് ഇതെല്ലാം ബോക്സിലാക്കി പാവം അമ്മ കൊടുത്തു വിട്ടു. അമ്മേനൊക്കെ നമുക്ക് സോപ്പിടാം. അമ്മേനല്ലാതെ പിന്നെ ആരെ സോപ്പിട്ട് നമ്മൾ ജാക്കിലാക്കും? അമ്മയെ സോപ്പിടാതെ കാര്യം നടക്കില്ലല്ലോ. അപ്പോ അതൊക്കെ നമ്മളുടെ ഒരു സുഖമുള്ള കാര്യങ്ങൾ അല്ലേ? അല്ലാതെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ടൊന്നും നമ്മൾ അങ്ങനെ ചെയ്യരുതെന്നാ പറയുന്നത്. പിന്നെ ഇന്ദ്രിയ വിഷയങ്ങൾ പ്രത്യേകിച്ചും, അതായത് എന്താ പറയാ, രുചിയുള്ള ഭക്ഷണമേ കഴിക്കൂ, സുഖമുള്ള സ്ഥലത്തേ കിടക്കൂ, കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളേ കേൾക്കൂ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട. അതുപോലെ സെക്സ്, ഇതിലൊന്നും നമ്മൾ ഒരുപാട് അടിമപ്പെടരുത്. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ആ ലൈഫ് അങ്ങനെ നടക്കും. അതിനുവേണ്ടി നമ്മൾ ജീവിക്കാൻ പാടില്ല. അഹിംസാവ്രതമായ ആചരിക്കണം. അഹിംസാവ്രതമായിരിക്കുന്ന ഒരു ജീവിതം. ഒരിക്കലും നമ്മൾ ഒരാളെ ഹിംസിച്ചുകൊണ്ട് ജീവിക്കരുത്. ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത്? അങ്ങനെ ഹിംസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കരുത്. പിന്നെന്താ? മനസാ വാച കർമ്മണ, മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മൾ മനസാ വാച കർമ്മണ, നമ്മുടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരാളെയും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. സദാചാരപരനായിരിക്കണം. എപ്പോഴും സദാചാരത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെയോ താൻ അധികം ഒന്നും നേടി വെക്കാതെ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവാം. നമ്മൾക്ക് എന്ത് ഉണ്ടോ, ചിലവരുണ്ട് ഭയങ്കര കോടീശ്വരന്മാരായിരിക്കും, പക്ഷെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കില്ല എന്ന് പറയില്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ ഒരാളെയും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ട് ചെയ്യരുത്. കാരണം നമുക്കുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവർക്കും ദാനം ചെയ്യുക. അതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പ്രവൃത്തികൾക്കല്ല, അത് ചെയ്യുമ്പോഴുള്ള മനോഭാവത്തിലാണ് ഗുണദോഷമുള്ളത് എന്ന് മനസ്സിലാക്കി മനസ്സെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ശുദ്ധമാക്കി വെക്കുക. അത് ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അവർക്ക് ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ?
പിന്നെയോ എല്ലാ ഭൂതങ്ങൾക്കും അഭയം കൊടുത്ത് എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുക. പക്ഷികളെയും മൃഗങ്ങളെയും നമ്മളെ കൊണ്ടാവുന്ന എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുക? അഭയം കൊടുക്കുക. നിരപരാധികളായ ജീവികളെ, പശു, കാള, ആട് മുതലായവയെ ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്നത് മഹാപാപമാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും പോർക്കും പോത്തും ബീഫും അതും ഇതൊക്കെയാണ്. ഇതിനെയൊന്നും നമ്മൾ കൊന്നു തിന്നാൻ പാടില്ല. അതിൽ നിന്ന് എന്നേക്കുമായി വിരമിക്കണം എന്ന് പറയുന്നു. അതായത് നമ്മൾ വെജിറ്റേറിയൻസ് ആയിരിക്കണം, സസ്യഭോജികളായിരിക്കണം. ശത്രുക്കളിലും മിത്രങ്ങളിലും സമമായ മനോഭാവത്തോടുകൂടി പെരുമാറണം. നമ്മളെ ശത്രു ആയാലും ശരി, മിത്ര ആയാലും ശരി, നമ്മൾ എന്ത് ചെയ്യണം? അവരോട് തുല്യമായിരിക്കുന്ന ഭാവത്തിൽ നമ്മൾ പെരുമാറാൻ പഠിക്കണം. ഇങ്ങനെ ധർമ്മരഹസ്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെയും എന്ത് ചെയ്തു? തുലാധാരൻ ജ്വാജുലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ധർമ്മത്തിന്റെ രഹസ്യം എന്ന് തുലാധാരൻ ജാജുലിക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ തുലാധാരൻ പറഞ്ഞത് കേട്ടിട്ട് ജാജുലിയുടെ ജടയിൽ മുട്ടയിട്ട വിരിയിച്ച പക്ഷികളും വന്ന് ശ്രദ്ധയോടെയും ഈശ്വര വിശ്വാസത്തിന്റെയും പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. എന്താണ്? ശ്രദ്ധയാണ് എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത്. അതാണ് ധർമ്മത്തിന്റെ മൂലം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പഠിക്കാം. ശ്രദ്ധയാണ് നമുക്ക് ധർമ്മത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. ശ്രദ്ധയില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ധാർമ്മികമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല. ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. എന്നാൽ മാത്രമാണ് ധാർമ്മികത ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ധാർമ്മികത ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോ തുലാധാരനാണ് ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കുന്നത്? ധർമ്മത്തിന്റെ അടിസ്ഥാനം ജാജുലിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ജാജുലി എപ്പോഴും എന്താ ചെയ്യുന്നത്? ഒരു ചെറിയ കാര്യം കിട്ടിയപ്പോഴേക്കും ജാജുലി അത് വലിയ സംഭവമായിട്ടാണ് എടുക്കുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു, ജായസീയ പവിത്രാണാം നിവൃത്തി ശ്രദ്ധയാ സഹ നിവൃത ശീലദോഷായ ശ്രാദ്ധവാൻ പുത്ര ഏവഹസ കിം തസ്യ തപസ്സാ കാര്യം കിം വൃത്തേന കിമാത്മന ശ്രദ്ധമായോയം പുരുഷായ യശ്ചന്ദ്ര സ ഏവ സഹ എന്നാണ് പറയുന്നത്. ബ്രാഹ്മണര് വരെ മാംസം കഴിക്കുന്നവരുണ്ട്. ഇഷ്ടം പോലെ ബ്രാഹ്മൺസും കഴിക്കും. പിന്നെന്തിനാ ക്ഷത്രിയരുടെ പിന്നാലെ പോകുന്നത്? ബ്രാഹ്മൺസ് വരെ കഴിക്കുന്നവരുണ്ട്. ശ്രദ്ധയോടുകൂടി നിവൃത്തിയെ പോലെ പവിത്രമായി ഒന്നുമില്ല. ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെ പോലെ പവിത്രമായിട്ട് ഒന്നും തന്നെ ഇല്ല. ശീലദോഷങ്ങൾ നീങ്ങി ശ്രാദ്ധമാവാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധനാവാൻ നമ്മൾ മനസ്സിലാക്കുക. ശീലദോഷങ്ങൾ, നമ്മളുടെ ശീലങ്ങളിൽ പല ദോഷങ്ങളുണ്ടാവും. അതെല്ലാം മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധമാവാനുള്ള ഒരു സന്ദർഭം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അത്തരം ശ്രദ്ധയുള്ളവനെ തപസ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ കാര്യമില്ല. ശ്രദ്ധാലുവായ പുരുഷന് ഏതിൽ ശ്രദ്ധയുണ്ടോ അവൻ അതുതന്നെയായി പരിണമിക്കും. നമ്മൾ എന്ത് കാര്യത്തിലാണോ ശ്രദ്ധ വെച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത് ആ കാര്യം അതുപോലെ നമ്മളായി മാറും. ഇപ്രകാരം തുലാധാരന്റെയും പക്ഷികളുടെയും ഉപദേശം കേട്ട് ജാജുലിയുടെ അഹംഭാവം എല്ലാം പോയി. എന്നിട്ടോ അയാൾ ശാന്തി നേടി. ജാജുലി ശാന്തി നേടി. ആ ഉപദേശങ്ങൾ ഭീഷ്മൻ എന്ത് ചെയ്തു? ആവർത്തിച്ചു പറഞ്ഞത് കേട്ടിട്ട് യുധിഷ്ഠിരനും സന്തോഷമായി. കാരണം ഉറപ്പായിട്ടും രേണുമോളെ, അപ്പം ആ ഒരു കഥയെല്ലാം കേട്ടപ്പോൾ നമ്മുടെ യുധിഷ്ഠിരനും വളരെയധികം ഹാപ്പിയായി. കാരണം എന്താ? നമുക്ക് എവിടെയാണോ ഒരു ഉപദേശം ലഭിക്കേണ്ടത് അത് ഈശ്വരാനുഗ്രഹത്താൽ നമുക്ക് എങ്ങനെയും വരും, നമ്മളിലേക്ക് എത്തും. അതൊരു ചെറിയ കുട്ടിയാവാം, ചിലപ്പോൾ ഒരു മധ്യവയസ്സിലുള്ള ഒരാളാവാം, ചിലപ്പോൾ ഉയർന്ന ഒരാളാവാം, ആരുമാവാം. പക്ഷെ ആ പറഞ്ഞു തരുന്ന കാര്യത്തിൽ ഒരു യാഥാസ്ഥികത ഉണ്ടെങ്കിൽ, ഉപദേശം ഉണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ബാക്കി നാളെ എടുക്കാം. നാളെ രാവിലെ ഗീതാ ക്ലാസ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? മനസ്സിലായോ? മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. വിളിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ വിളിച്ചോളൂ. നാളെ എന്ന് പറയുമ്പം 6-ാം തീയതി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മെസ്സേജുകളൊക്കെ നാളെ നോക്കാം. ഓക്കെ. രാജീവ് പ്രഭു ഈ പ്രാവശ്യം മലയ്ക്ക് പോയില്ല. അദ്ദേഹം എല്ലാ വർഷവും മലയ്ക്ക് പോകുന്ന ആളാണ്. പിന്നെ ലൈറ്റ് ഫാൻ ഓഫ് ചെയ്യും. മലയ്ക്ക് പോയില്ലേ? മനസ്സിലായി, സന്തോഷം. എനിക്കും കുറെ മനസ്സിലായി. ഓക്കെ സൗന്ദര്യമ്മ. ഇല്ല, എന്ത് പറ്റി? എല്ലാ വർഷവും പോകുന്നതാണല്ലോ. യെസ്, കുറെ ഓർഡേഴ്സ് ഒക്കെ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ഞാനിപ്പോ ഇങ്ങനെ പാക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ എനിക്ക് പറ്റാത്തത് കൊണ്ട് അത് ഇങ്ങനെ വേറെ ഒരു നാളെ രാവിലെ നമുക്കൊരു
ഒരു 9:30 എടുക്കാം രാവിലെ. 8:30 വേണ്ട, ഞാൻ ഇന്നിപ്പോൾ കിടന്നാൽ കുറച്ച് ലേറ്റ് ആവും എഴുന്നേക്കാൻ. രാവിലെ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഭഗവത്ഗീത അത് ഇത് സാധിച്ചില്ല, സാധിക്കും. ഭഗവാൻ വേഗം വിളിക്കും. അങ്ങേപോലെയുള്ള അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പ്രിയ ഭക്തന്മാർ മല ചവിട്ടാന്നും പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, അതൊക്കെ വലിയ കാര്യമാണ്. ഭഗവാൻ സാധിക്കും. അപ്പം കുറേ നല്ല തിരക്കുള്ളതൊക്കെ ഞാൻ കേട്ടു, ഇങ്ങനെ ന്യൂസിലും അതിലും ഇതിലൊക്കെ വന്നു. ഒത്തിരി തിരക്കുണ്ട്. ഒരു പ്രാവശ്യം മലയ്ക്ക് പോകുമ്പോഴല്ലേ നമ്മൾ കണ്ടത്, വടകരയിൽ ഒന്ന് അദ്ദേഹം ഇന്ന് സുന്ദർപ്രഭു ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ, നല്ല ഗോൾഡൻ മൊമെന്റ്സ്. അപ്പം ധന്വൻ പ്രണാമം മാതാജി. സാറില്ല, പ്രഭു കണ്ടാൽ മതി. സുജിത് പ്രഭു കണ്ടാൽ അല്ല, ഷാജി പ്രഭു. സുജിത് പ്രഭുവിന്റെ കണ്ണിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടു. പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് അങ്ങയുടെ വയ്യായിക മാറട്ടെ. മെസ്സേജുകളൊക്കെ നാളെ ഇരുന്ന് നോക്കി തീർക്കാം. വിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. നാളെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കിവിടെ ജോലിയൊന്നുമില്ല. പാക്കിംഗ് ഒക്കെ ഞാൻ വേറെ ഒരു സ്ഥലത്ത്, ഒത്തിരി സന്തോഷമാണ്, പാക്കിംഗ് ഒക്കെ വേറൊരു സ്ഥലത്ത് ഏൽപ്പിച്ചു. മറ്റൊന്നല്ല, എനിക്ക് ഓൺലൈൻ സ്റ്റോറും കൂടി നോക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഞാൻ നോക്കി വരുമ്പോൾ ലേറ്റ് ആവും. കാരണം അന്നദാനങ്ങളൊക്കെ കുറേ പെൻഡിങ്സ് ആയി. അറിയാലോ, നമ്മൾ കുറേ കൊടുത്ത് തീർക്കുകയാണ് അന്നദാനങ്ങൾ. ഇനിയും കൊടുക്കാനുണ്ട്. കുക്കിംഗ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നടക്കില്ലല്ലോ. ഇപ്പോൾ ദിവ്യ മാതാജി നാട്ടിൽ പോയിരിക്കുകയാണ്, വരണം. അമ്മും ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് അന്നദാനം ചെയ്യുന്നത്. അപ്പം അവരും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് 100-108 പേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ, ഇത് വാങ്ങിക്കാൻ പോകാനൊക്കെ പറ്റും. അപ്പോൾ ക്ലാസ്സുകൾ മിസ്സാവുന്നു, യാത്രകൾ വരുമ്പോൾ. അപ്പം അത് പാടില്ല. നമുക്ക് എല്ലാത്തിൻ്റെയും ബേസ്മെന്റ് ക്ലാസ് അല്ലേ, അപ്പം ക്ലാസ്സുകൾ കുറച്ച് അധികം എടുക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഓരോരോ സെഗ്മെന്റായിട്ട് മാറ്റി കൊടുത്തു. ദേവി മഹാത്മ്യം എളുപ്പം കിട്ടും മാതാജി. എനിക്ക് തോന്നുന്നു ഇന്നലെ കുറേയൊക്കെ പാക്കിംഗ് കഴിഞ്ഞു. ഈ വരുന്ന ദിവസങ്ങളെല്ലാം ഇങ്ങനെ അയച്ചു തരും കേട്ടോ, സാധനങ്ങളൊക്കെ അയച്ചു തരും. അപ്പം അങ്ങനെയൊക്കെയാണ്. എല്ലാവരും സുഖമായിരിക്കുക, സമാധാനമായിരിക്കുക, സന്തോഷമായിരിക്കുക. എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മഞ്ജരീസിലേക്ക് ഇടൂ. ഞാൻ ഓരോരോ മെസ്സേജായിട്ട് നോക്കി വരികയാണ്. ഇന്നും നാളെയും കൂടെ കഴിഞ്ഞിട്ട് കിച്ചൂട്ടന് ഹാരം ചാർത്താം. ഇപ്പോൾ ചാർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നത്. 2 ദിവസം കഴിയട്ടെ, കഴിഞ്ഞിട്ട് ചാർത്താം. പിന്നെ 8-ാം തീയതി ഞാൻ പാലക്കാട് വരുന്നുണ്ട്. താങ്ക് യു പ്രഭു, താങ്ക് യു സോ മച്ച്. 8-ാം തീയതി ഞാൻ പാലക്കാട് വരുന്നുണ്ട്. ഗുരുവായൂർ മഞ്ജരീസിന് ഒരു അവാർഡുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പോസ്റ്റ് ഇട്ടിരുന്നല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ. മഞ്ജരീസിന് കിട്ടുന്നതാണ്, അല്ലാതെ ഒരിക്കലും അത് അമ്പിളി മാതാജിക്ക് കിട്ടുന്നതല്ല. അത് ആദ്യം എല്ലാവരും റിയലൈസ് ചെയ്യുക. കാരണം മഞ്ജരീസ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് കിട്ടുന്നതാണ്. അത് മഞ്ജരീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടി വാണിയംകുളം കാർത്യായനി ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. അപ്പം സാധിക്കുന്നവർ വരൂ, നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെയുള്ള യാത്രകളിലല്ലേ നമുക്ക് കാണാൻ പറ്റും എല്ലാവരെയും. കാരണം എനിക്കും നിങ്ങളൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ക്ലാസ് കണ്ട് അടുത്ത് വരുമ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം വരിക, നമുക്കെല്ലാവർക്കും പരസ്പരം കാണുക. അപ്പോൾ നമുക്ക് കാണണം ഇവിടെ വാണിയംകുളം കാർത്യായനി ക്ഷേത്രത്തിൽ. ഓക്കെ, ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സോ കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. 8-ാം തീയതി വൈകിട്ടാണ്. പക്ഷെ രാവിലെ മുതലേ ഞാൻ അവിടെ ഉണ്ട്, വാണിയംകുളത്തുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വരിക, നമുക്ക് കാണാം, സംസാരിക്കാം. ഓക്കെ, അപ്പം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങളൊക്കെ മാറിപ്പോട്ടെ. ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ശബരിമലയിൽ പോകാൻ പറ്റാത്ത നമ്മുടെ രാജീവ് പ്രഭുവിനെ പോലെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭഗവാന്റെ അടുത്ത് എത്താനുള്ള അനുഗ്രഹം കിട്ടട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഓരോ കെട്ടുപാടുകൾക്കുള്ളിലാണ്. പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും. അപ്പോൾ പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിൽ എത്താൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈശ്വര സന്നിധിയിൽ എത്താൻ പറ്റട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മളെ ആരെങ്കിലുമൊക്കെ അവരുടെ ഹൃദയത്തിൽ ശത്രുവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരൊക്കെ നമ്മളെ മിത്രങ്ങളാക്കി സ്വീകരിക്കട്ടെ. നമ്മളോട് ആർക്കെങ്കിലും ശത്രുതാ മനോഭാവം ഉണ്ടെങ്കിൽ അവരെല്ലാം പോട്ടെ. നമ്മളെ ആ ശത്രുതാ മനോഭാവം പോയിട്ട് നമ്മളോടൊരു സ്നേഹ മനോഭാവം ഉണ്ടാവട്ടെ. നമ്മളെ കൊണ്ടാവുന്ന ദാനധർമാദികളെല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ എക്സാം ഉണ്ട് രേണുക്കുട്ട, പ്രാർത്ഥിക്കാം മാതാജി, പ്രാർത്ഥിക്കാം. മോള് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, നഴ്സിംഗിനാണ്. മാതാജിക്ക് അറിയാം, ഓർമ്മയിലുണ്ട്. നമ്മുടെ മഞ്ജരീസ് ഗുരുകുലത്തിലെ സ്റ്റുഡൻ്റ് ആണ്. മാതാജിക്ക് അറിയാം. മാതാജി പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാ വിഷമങ്ങളും മാറി, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. ഓക്കെ, നമസ്തേ. ഓം ശ്രീ മാത്രേ നമഃ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് की जय, गुरु महाराज की जय, राधा भावना परेशन की जय. हरे कृष्णा.